പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും മിറക്കിൾസ് ഓഫ് ആൻസ് ഓഫ് മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ബ്രദർ വിൽസൺ ഈസ് ഓൺ ദ ലൈൻ. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. വിൽസൺ, വുഡ് യു പ്ലീസ്? ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഇവിടെ ആയിരിക്കുന്നവർക്ക് സന്ധ്യാവന്ദനം, നാട്ടിലായിരിക്കുന്നവർ പ്രഭാത വന്ദനം. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. നമുക്കൊന്നുയർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യാം. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കണ്ണുനീര്, പ്രയാസങ്ങൾ, ഉയർച്ചകൾ, താഴ്ചകളൊക്കെയും വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ താങ്ങുന്ന കർത്താവാണ്. അത് ഓർപ്പിക്കുന്ന ഒരു പാട്ട് നമുക്ക് ചേർന്ന് പാടാം. കർത്താവിനെ സഹായിക്കട്ടെ. കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കാ ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. Hallelujah. Thank you Lord for your sustaining grace. Hallelujah. തീച്ചുള സിംഹക്കുഴി
പൊട്ടക്കിണർ മരുഭൂ ജയിലറയിച്ചവളോ മരണമോ വന്നിടട്ടെ കാലങ്ങൾ കാത്തിടണോ കാന്ത നിന്നാഗമനം കഷ്ടത തീർന്നിടുവാൻ കാലങ്ങൾ ഏറെയില്ല നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മോട് കൂടെ നടന്ന് നമ്മളെ കൈപിടിച്ച് ഉള്ളംകൈയിൽ വഹിക്കുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ സഹായത്തെ ഓർക്കുമ്പോൾ, കരുതലിനെ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? മഹാകവി കെ വി സൈമൺ സാർ എഴുതിയ തൻ്റെ തൂലിയിൽ കൂടി വന്നതായ ഒരു ആരാധനാഗീതം, അതിൽ കർത്താവിൻ്റെ മരണത്തെയും കർത്താവിൻ്റെ ത്യാഗത്തെയും അറിയിക്കുന്ന ആ ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തായിരിക്കും, അത് ഓർപ്പിക്കുന്ന ഒരു പാട്ടാണ് അത്. നമ്മൾ പലപ്പോഴും പാടുന്ന പാട്ട് തന്നെയാണ് പാടുവാൻ ആഗ്രഹിക്കുന്നത്. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാ തവ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാ തവ പദങ്ങളാശ്രയമേ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാത്തവ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാത്തവ പദങ്ങളാശ്രയമേ. നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, കന്മഷം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്ന്, കന്മഷം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്ന് വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ, വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ.
തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാത്തവ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാത്തവ പദങ്ങളാശ്രയമേ. തോട്ടത്തിലെത്തി ഭവാൻ ഗതസമേന എന്ന തോട്ടത്തിലെത്തി ഭവാൻ രക്തം വിയർത്ത ധീക ദുഃഖമനുഭവിച്ച, രക്തം വിയർത്ത ധീക ദുഃഖമനുഭവിച്ച ചരിതമൂർത്തിടുമ്പോൾ മനം ഉരുകിടുന്നു പരാ, ചരിതമൂർത്തിടുമ്പോൾ മനം ഉരുകിടുന്നു പരാ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാത്തവ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാത്തവ പദങ്ങളാശ്രയമേ. പിശിപ്പുലമ്പി ദുഷ്ട ക്രൂശിച്ചിടും പൊഴുതും, പിശിപ്പുലമ്പി ദുഷ്ട ക്രൂശിച്ചിടും പൊഴുതും, വാശിക്കധീനമായി തീർന്നില്ല നിൻ ഹൃദയം, വാശിക്കധീനമായി തീർന്നില്ല നിൻ ഹൃദയം. വിമല കാന്തി ചേർന്നു മുഖം വിളങ്ങി ശാന്തിയാർന്നു, വിമല കാന്തി ചേർന്നു മുഖം വിളങ്ങി ശാന്തിയാർന്നു. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാത്തവ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാത്തവ പദങ്ങളാശ്രയമേ. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, വൻ പ്രതികൂല മധ്യമും മുമ്പോട്ടു യാത്ര ചെയ്യുവാൻ, വൻ പ്രതികൂല മധ്യമും മുമ്പോട്ടു യാത്ര ചെയ്യുവാൻ, തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുക നിസരദം, തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുക നിസരദം. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാത്തവ പദങ്ങളാശ്രയമേ. ജീസസ് മിനിസ്ട്രീസിലേക്ക് ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും ദേവദാസന്മാരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഓരോ ദിവസവും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നൽകി
പലരുടെയും അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും കർത്താവിന്റെ ആ അതുല്യമായ ദൈവ ശക്തിയുടെ വെളിപ്പെടുത്തലുകൾ നമ്മുടെ മുമ്പിൽ ദൈവം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് ടെസ്റ്റിമണിയായി കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ സ്നേഹ ജോസ് ആണ്. സ്നേഹ ജോസ് ബേസിക്കലി പേരൻസ് മലയാളികളാണെങ്കിലും ബോൺ ആൻഡ് ബോട്ടപ്പ് എല്ലാം കല്യാൺ മുംബൈയിലാണ്. അവിടെ നഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് UK മാഞ്ചസ്റ്ററിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി അവിടെ മാഞ്ചസ്റ്ററിലാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബമായി അവരെ കർത്താവ് അവിടെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തില് 2025 ഫെബ്രുവരിയില് ബ്രൂസിലോസിസ് എന്ന് പറയുന്ന ഒരു മാരകമായ അസുഖം വരുവാനിടയായി. അതിന്റെ ക്യാൻസറിനെക്കാട്ടിലും ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ്. അത് ഒരു പനിയായിട്ട് ആരംഭിക്കുന്നുവെങ്കിൽ തന്നെയും അത് ഓരോ അവയവങ്ങളെ ഇങ്ങനെ പതുക്കെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അസുഖമാണ്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷെ ആ ഒരു ഇതിനകത്തൂടെയാണ് പ്രിയ സ്നേഹ കടന്നു പോയത്. എന്നാൽ നിശ്ചയമായിട്ടും കിടപ്പിലായി പോകാമായിരുന്ന ഒരു വലിയ വേദനയുടെ അനുഭവത്തിലൂടെയൊക്കെ പൈതൽ കടന്നുപോയി. ഒത്തിരി ഹാർട്ടിനെയും ലങ്സിനെയും പല ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം അഫക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നാട്ടിൽ വന്ന് ട്രീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് UK ട്രീറ്റ്മെന്റ് എടുക്കുവാനിടയായി. എന്നാൽ കർത്താവിലുള്ള ആ ഉറപ്പേറിയ വിശ്വാസത്തിൽ കർത്താവിന്റെ ഇമ്പ സ്വരം കേട്ടുകൊണ്ട് പ്രാർത്ഥനയിലായിരുന്നത് നിമിത്തം ഒത്തിരി പേര് പ്രാർത്ഥിക്കുവാനിടയായി. അവരുടെ അവിടുത്തെ ചർച്ചിലായാലും ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിൽ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ദൈവത്തിന്റെ ശബ്ദം ഓരോ ദിവസവും പൈതലിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇത് ഒറ്റ ദിവസം കൊണ്ടുള്ള സൗഖ്യമല്ല. നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. പടിപടിയായി കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും കർത്താവ് അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു, സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ നവംബറിൽ അത് ഒരു പരിപൂർണമായ സൗഖ്യത്തിലേക്ക് കടന്നു വരുവാനിടയായി. വളരെ അത്ഭുതകരമായ സൗഖ്യമാണ് അവളുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തത്. അതുമൂലം ഇങ്ങനത്തെ അസുഖങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരോട് സംസാരിക്കുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും എല്ലാം പൈതലിന്റെ ജീവിതത്തിൽ ഇതൊരു മുഖാന്തരമായി കർത്താവ് ഒരുക്കി. നിശ്ചയമായും അത് അവളുടെ ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യമായി, അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി കർത്താവ് അവളെ നിർത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ആ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഇന്ന് ആ അത്ഭുത സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. UK നിന്നാണ് നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഒത്തിരി ലേറ്റ് നൈറ്റ് ആണ്. എന്നാലും ഈ സമയത്തും നമ്മളോട് കൂടെ വന്ന് സാക്ഷ്യം പറയുവാൻ പൈതലിനെ കർത്താവ് ബലപ്പെടുത്തുന്നു. വളരെ സ്നേഹത്തോടെ സിസ്റ്റർ സ്നേഹ ജോസിനെ സാക്ഷ്യം പറയുവാനായി ക്ഷണിക്കുന്നു. Thank you, Auntie. I thank and praise my God for this blessed time the Lord has given me to be in His presence today. ഞാൻ ദൈവത്തിനോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ മിറക്കിൾസ് ഹാൻഡ് ഓഫ് ജീസസ് ഈ മിനിസ്ട്രിയിൽ എൻ്റെ സാക്ഷ്യമായി നിൽപ്പാനായിട്ട് ദൈവം എനിക്കൊരു അവസരം തന്നല്ലോ. എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന മാത്യു ഉമ്മൻ അങ്കിളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഷേർലി ആൻറ്റി ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും ആൻറ്റി എല്ലാം പറഞ്ഞല്ലോ. ഒത്തിരി സമയം കളയാതെ ഞാൻ എൻ്റെ ടെസ്റ്റ്മെന്റിലോട്ട് ഡയറക്റ്റ്ലി കയറാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഫെബ്രുവരി 2025 എൻഡിലാണ് എനിക്കൊരു പനിയായിട്ടാണ് എൻ്റെ ഈ രോഗം തുടങ്ങിയത്. അപ്പം എനിക്കൊരു 2 ആഴ്ച എനിക്ക് ഭയങ്കര പനിയും പിന്നെ അതുപോലെ എനിക്ക് ദേഹവേദന, എനിക്ക് ജോയിന്റ് പെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവിടുത്തെ GP-നെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഫ്ലൂയുടെ സിംറ്റംസ് ആണെന്ന് പറഞ്ഞ് എന്നെ അവർ തിരിച്ചു വിട്ടു. അതുപോലെ ഈ 2 ആഴ്ചയുടെ സമയത്തിൽ ഞാൻ ഒരു 2-3 ടൈംസ് ഞാൻ ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നുണ്ട്, GP പോകുന്നുണ്ട്. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഇത് യു ജസ്റ്റ് ഹാവ് ടു ടേക്ക് റെസ്റ്റ് എടുക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഒരു ദിവസം അവരെൻ്റെ ബ്ലഡ്സ് ചെയ്തപ്പം എൻ്റെ ബ്ലഡ്സ് ഒക്കെ കുറച്ച് ഡീറേഞ്ച്ഡ് ആയിരുന്നു. എൻ്റെ ബ്ലഡ്സ് ലെവലൊക്കെ ഒത്തിരി പോരായിരുന്നു. അങ്ങനെ അവരെന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വിളിച്ച് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു എക്സ്റേ ചെയ്ത് നോക്കാം, ഇനി ചെസ്റ്റ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവരെനിക്കൊരു എക്സ്റേ ചെയ്തപ്പോൾ എൻ്റെ ലങ്സിൽ അവർക്ക് കുറച്ച് പാച്ചസ് കാണാമായിരുന്നു.
അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡോക്ടേഴ്സ് ഒക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണല്ലോ. അവരെന്നോട് പറഞ്ഞു ഈ ലങ്സിന്റെ പാച്ച് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് ഡൗട്ട്ഫുൾ ആണ്, ഇത് ലങ് ക്യാൻസർ ആണോ എന്ന് ഞങ്ങൾക്ക് ക്വയറി ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ അതുപോലെ ബ്ലഡ്സ് ഒത്തിരി ഡീറേഞ്ച്ഡ് ആയതുകൊണ്ട് ഇത് ചിലപ്പോൾ ബ്ലഡ് ക്യാൻസറോ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു CT അപ്പോയിന്റ്മെന്റ് വേണ്ടി വരും. അപ്പോൾ ഒരു CT അപ്പോയിന്റ്മെന്റ് അവർ എനിക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു CT അപ്പോയിന്റ്മെന്റ് തന്നു. ഇത് എൻ്റെ ഈ അസുഖം വരുന്ന സമയത്ത് ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്. ഞാൻ ചർച്ചിൽ പോയി എല്ലാ സൺഡേ ഞാൻ 2 ആഴ്ച ഞാൻ ഞങ്ങളുടെ ചർച്ചിന്റെ പാസ്റ്റർ ഹാൻസ് തോമസിനോട് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് ഫ്ലൂ അങ്ങനെ അത് ഓർത്തിട്ട് ഞാൻ എന്നും പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്ന തലേ ദിവസം പാസ്റ്ററും കുറച്ച് ബ്രദേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ആ സമയത്ത് ദൈവം ഞങ്ങളുടെ പാസ്റ്ററിനോട് ഇങ്ങനെ സംസാരിച്ചായിരുന്നു, ഞാൻ ഒരു മരണത്തിന്റെ ഒരു വാലി ഓഫ് ഡെത്തിൽ കൂടെ പോകും, പക്ഷെ അതിൽ ഞാൻ മരിക്കത്തില്ല, അതിൽ ദൈവത്തിന്റെ നാമം ഉയരും. അങ്ങനെ ഒരു ദർശനം ഞങ്ങളുടെ പാസ്റ്ററിനെ ദൈവം കാണിച്ചായിരുന്നു. അങ്ങനെ അവരത് പറഞ്ഞ് അപ്പൊ ഞാൻ ഈ ബ്ലഡ്സിനൊക്കെ പോകുന്ന സമയത്ത് എന്നോട് പാസ്റ്റർ എനിക്ക് ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അയച്ചു, കുഞ്ഞ് ഒരു കാരണവശാലും പേടിക്കേണ്ട, റിപ്പോർട്ട് എന്തായാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ഇത് സഭ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇത് ക്യാൻസർ ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ അത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് പോയതല്ല. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന സ്ഥലത്ത് ഞാൻ ആ സ്ഥലത്ത് റിബ്യൂക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ക്യാൻസർ ഒരിക്കലും അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും ഞങ്ങളെ ഹസ്ബൻഡും 2 പിള്ളേരുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പം എൻ്റെ മുഖം കണ്ട് തന്നെ എൻ്റെ അച്ഛന് മനസ്സിലായി എന്താണ്ടോ വിഷയമുണ്ട്. അപ്പൊ അച്ഛൻ അത് കരഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, പെട്ടെന്ന് ഞങ്ങൾ എന്താ പറയുന്നത് ആ വീട്ടിലെ അന്തരീക്ഷം മാറി. അങ്ങനെ ഞങ്ങളുടെ ചേർച്ചിന്റെ പാസ്റ്ററും വേറെ ബ്രദേഴ്സും എൻ്റെ ചേച്ചി അടുത്ത താമസിക്കുന്ന ചേച്ചിയുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും വീട്ടിൽ വന്നു, എന്നെ കാണാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഞാനും അച്ഛൻ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഡിസൈഡ് ചെയ്തു, ഞാനിപ്പോൾ ഇന്ത്യക്ക് പോവാണെങ്കിൽ എൻ്റെ പിള്ളേരെ നോക്കാൻ എൻ്റെ മമ്മി ഡാഡി ഉണ്ട് അവിടെ. അപ്പോൾ ബിക്കോസ് ഇവിടെ ചൈൽഡ് കെയർ ഒരു ഇഷ്യൂ ആണല്ലോ. അപ്പം എനിക്ക് വയ്യാതിരിക്കുമ്പോൾ എൻ്റെ പിള്ളേരെ ആര് നോക്കും, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ ഇന്ത്യക്ക് പോകാൻ ഡിസൈഡ് ചെയ്തു. ഞാൻ ഇന്ത്യക്ക് പോയി അവിടെ ഞങ്ങൾ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ എല്ലാം സിംറ്റംസും സയൻസും ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയേ. ഞാനത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങുവാണെങ്കിൽ ഡിലേ ആവാൻ പാടില്ല എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അഡ്മിറ്റായി. എൻ്റെ എല്ലാ ഫീവറുടെ എല്ലാ ടൈപ്സ് ഓഫ് ഫീവറുടെ എല്ലാ അവർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു, അതെല്ലാം നെഗറ്റീവായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്കൊരു CT സ്കാൻ ഒക്കെ ചെയ്യാം. അങ്ങനെ CT സ്കാൻ ചെയ്തു. അങ്ങനെ വളരെ വേറെ വേറെ ടൈപ്പ് ഓഫ് ടെസ്റ്റുകളൊക്കെ ചെയ്തു. എന്നിട്ട് അത് എന്നോട് പറഞ്ഞു ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണെന്ന് തോന്നുന്നത്. അപ്പൊ ബ്രൂസലോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അത് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻഫെക്ഷ്യസ് ഡോക്ടറുടെ അടുത്ത് തന്നെ പോയി അഡ്മിറ്റ് ആവണം. അങ്ങനെ പറഞ്ഞ് ഞാൻ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, വലിയ ഹോസ്പിറ്റലാണ് മുംബൈയിൽ. അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ അഡ്മിറ്റ് ആവുന്നു. അപ്പം ഞാൻ ഈ സമയത്തൊക്കെ എനിക്ക് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ടെമ്പറേച്ചേഴ്സ് ഉണ്ട്, എനിക്ക് കണ്ടിന്യൂസ് ബോഡി പെയിൻ ഉണ്ട്, പിന്നെ അതേപോലെ എനിക്ക് ചിൽസ് ഉണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ഹെൽത്ത് പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇരിക്കാനൊക്കെ പറയാൻ സംസാരിക്കാൻ പറ്റും, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഐ വാസ് അൺവെൽ. അത് ഞാൻ ജൂപ്പിറ്ററിൽ പോയി ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആയ സമയത്ത് ഞാൻ ഇനീഷ്യലി എൻ്റെ ഹെൽത്ത് ഓക്കെ ആയിരുന്നു. അവരെന്നോട് പറഞ്ഞു കുറച്ച് സ്കാനൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ബ്രൂസലോസിസ് എന്ന് പറഞ്ഞ ഈ അസുഖത്തിൻ്റെ ടെസ്റ്റ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ റിപ്പോർട്ട് വരാൻ കുറച്ച് സമയം എടുക്കും, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 7 to 10 days കൂടുതൽ എന്തായാലും എടുക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ അയക്കാം, ആ സമയത്ത് തന്നെ നമ്മൾ വേറെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യണം, കാരണം ഇത് ക്യാൻസർ ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇപ്പം എന്നോട് പറഞ്ഞു ഇത് കുറച്ച് നാൾ ഇവിടെ ജൂപ്പിറ്ററിൽ അഡ്മിറ്റ് ആവണം. അങ്ങനെ ഞാൻ ജൂപ്പിറ്ററിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എനിക്ക് വോമിറ്റിംഗ് ആയിട്ട് തുടങ്ങി. എനിക്ക് വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ഒരു 1 or 2 times അല്ല, എനിക്ക് പിന്നെ എൻ്റെ ലിവർ ഇത് ഒത്തിരി ഡാമേജ് ആയിരുന്നു ഈ അസുഖം കാരണം. അപ്പോൾ അത് ഞാൻ പിന്നീടാണ് ഞങ്ങളത് ടെസ്റ്റിലൊക്കെ അറിഞ്ഞ്, സ്കാനിൽ കണ്ടപ്പോഴാണ് അറിഞ്ഞ്. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സ്മോൾ മോർസൽ ഓഫ് ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അവരെന്നെ ഫുൾ IV ഫ്ലൂയിഡ്സിൽ വെച്ചു. ഞാൻ ഒരു കുഞ്ഞു കൊച്ച് കഴിക്കുന്ന പോലെയാണ് ഞാൻ ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് ഞാനത് നോക്കി ഞാനത് മണപ്പിച്ച് അങ്ങനെ അവിടെ വെക്കും. എനിക്കത് അതുപോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂപ്പിറ്റർ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് എൻ്റെ ഡാഡി എൻ്റെ പാസ്റ്ററാണ്. അപ്പോൾ ഡാഡിയുടെ ചർച്ചിലെ കുറേ മെമ്പേഴ്സൊക്കെ എന്നെ കാണാനൊക്കെ വന്നു. അപ്പോൾ അവർ എന്നെ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ അവരെനിക്ക് വേണ്ടി കരയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു.
അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹെൽത്ത് കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി, എൻ്റെ ഹെൽത്ത് ബാഡ് ആവും. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോൾ, ഞാൻ കട്ടിലേ കിടക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഷാർപ്പ് ഒരു വോയിസ് എൻ്റെ ചെവിയിൽ കേൾക്കാം. ഒരു മനുഷ്യൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം എൻ്റെ ചെവിയിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു. ഉറക്കെ എൻ്റെ മണ്ടിൽ എൻ്റെ മേളിൽ ആ ശബ്ദം ചിരിക്കുന്നു. ചിരിച്ചിട്ട് എന്നോട് പറയുന്നു, നോക്ക് നിന്റെ അവസ്ഥ എന്തായി, നീ ഒത്തിരി സ്വപ്നങ്ങൾ കൊണ്ട് നീ UK പോയതാണല്ലോ, എന്നിട്ട് നീ തിരിച്ച് ഇവിടെ തന്നെ വന്നു, എന്നിട്ട് നീ മരിക്കും, നീ ജീവിക്കത്തില്ല, നിനക്ക് 5 ദിവസത്തെ സമയമുണ്ട്, ഈ 5 ദിവസത്തിനുള്ളിൽ നീ മരിക്കും. അങ്ങനെ ഒരു ശബ്ദം കോൺസ്റ്റന്റ്ലി, അതൊരു ശബ്ദം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നീട് ഞാൻ ആ ശബ്ദത്തോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 3 ദിവസം കോൺസ്റ്റന്റ്ലി ഈ ശബ്ദം എന്നോട് സംസാരിക്കുന്നു, ഞാൻ ഈ ശബ്ദത്തോട് സംസാരിക്കുന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ ആ ശബ്ദം പറയുക, നിന്റെ പാപങ്ങളൊക്കെ ഏറ്റു പറ, നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ ഒത്തിരി കരഞ്ഞു. ഞാനോർത്ത് എനിക്ക് മരിക്കണ്ട, കാരണം എൻ്റെ മൂത്ത മോളിന് 8 വയസ്സും എൻ്റെ ഇളയ കുഞ്ഞിന് ആ സമയത്ത് ഒരു വർഷമായതേ ഉള്ളൂ, ജസ്റ്റ് 1 year old. അപ്പം ഞാനിങ്ങനെ ഓർത്തു, അവരുടെ കാര്യം എന്താവും, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരുടെ അവസ്ഥ എന്താവും, അങ്ങനെയൊക്കെ ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നു. എന്നിട്ട് പക്ഷേ ഞാൻ ആ ശബ്ദത്തോട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്തായാലും ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം ദൈവം നോക്കിക്കോളും, ഞാൻ ഇതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു. ഈ സമയത്ത് ഞാൻ 2 ദിവസം കിടക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം എൻ്റെ ഫ്യൂണറൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്യൂണറൽ എൻ്റെ മോള് എനിക്ക് വേണ്ടി കരയുന്നതും അങ്ങനത്തെ ഒക്കെ കുറേ സീനുകളൊക്കെ കണ്ട് അറ്റ് ദി എൻഡ് ഓഫ് 3rd day ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിരുന്നു മരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ഓർത്തു, ഞാനിനി എൻ്റെ ചേച്ചീനോടോ അതോ എൻ്റെ ഹസ്ബൻഡിനോടും അത് അച്ഛനോടും പേരൻസിനോടും ഒക്കെ കുറച്ച് മിനിമൽ കോൺടാക്ട് വെക്കണം. കാരണം എനിക്കിനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരത് എപ്പോഴും ഞാൻ ലാസ്റ്റ് അവരോട് എന്ത് സംസാരിച്ചു അതൊക്കെ ഓർത്ത് അവർ വിഷമിക്കും. അങ്ങനെയൊക്കെ ചിന്തകൾ എനിക്ക് വന്നിട്ട് ഞാൻ പിന്നെ സ്ലോലി എൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞു. അങ്ങനെ എൻ്റെ ഈ 3rd day കഴിഞ്ഞ് ഞാൻ ഒരു 5th day ആയപ്പം എൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബോൺ മാരോ ആസ്പിറേഷൻ പ്രൊസീജിയർ ചെയ്തു. ആ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ജനറലി ഞാനൊരു നേഴ്സാണ്, അപ്പോൾ എനിക്ക് ബേസിക് പ്രൊസീജിയേഴ്സ് ഒക്കെ അറിയാം. പക്ഷെ ഞാൻ അധികം ഒന്നും ഇതിനെപ്പറ്റി വായിക്കാനൊന്നും പോയില്ല, കാരണം എനിക്കറിയാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ആയിരിക്കും. ഞാൻ ആ പ്രൊസീജിയറിന് പോയപ്പോൾ ആ പ്രൊസീജിയർ എനിക്ക് ഭയങ്കര ഒരു വേദന തന്ന ഒരു പ്രൊസീജിയറാണ്. അത് വന്നു കഴിഞ്ഞ് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ലിംപിങ് ആയി എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അങ്ങനെയായി ഞാൻ ഡൈപ്പേഴ്സിലായിരുന്നു, എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. ഞാൻ ബെഡ് പാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബെഡേ കിടക്കുന്നത്. അങ്ങനെ ആയപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പം പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു, മോളെ ഇത് എന്താ, നീ എന്താ ഏതാണ്ട് പ്രശ്നമുണ്ട്, നിന്റെ വാക്കിംഗ് ശരിയല്ല, നീ എന്താ ലിംപ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുക, എന്തായാലും ഞാൻ മരിക്കാൻ പോയി, ഇനി ഇതൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ടെസ്റ്റ് ചെയ്ത് ഇത് കോംപ്ലിക്കേറ്റ് ആക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, അത് ഓക്കെ ആയിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അവരെന്നോട് പറഞ്ഞു ഒരു അൾട്രാസൗണ്ട്, കാരണം അവരെൻ്റെ CT സ്കാനും പെറ്റ് സ്കാനും ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ലിവർ വളരെ ഒരു ബാഡ് കണ്ടീഷനിലായിട്ട്, കാരണം ഈ അസുഖം ആദ്യം എൻ്റെ ലിവറിനെ ഡാമേജ് ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു അൾട്രാസൗണ്ട് ചെയ്യണം, എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ട്, കാരണം എനിക്ക് ഇനിയിട്ട് നടക്കാനൊന്നും വയ്യ. അപ്പോൾ അവർ ബെഡേലാണ് എന്നെ അൾട്രാസൗണ്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ അൾട്രാസൗണ്ട് അവർ ബെഡ് റോൾ ചെയ്ത് അവർ താഴെ കൊണ്ടുപോയി. ആ ബെഡ് ആ അൾട്രാസൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ അത് അവർക്ക് കയറ്റാൻ കുറച്ച് പാടായിപ്പോയി, ബിക്കോസ് ആ ഡിപ്പാർട്ട്മെന്റൊക്കെ കുഞ്ഞാണല്ലോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യണം, കാരണം ഞങ്ങൾക്ക് ഈ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഈ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഈ ബ്രൂസലോസിന്റെ സൈനാണ്, നമ്മുടെ ഈ വിഷൻ നഷ്ടപ്പെടും. അപ്പം എൻ്റെ കണ്ണ് സ്ലോലി സെൻസിറ്റീവ് ടു ലൈറ്റ് ആയി തുടങ്ങി. എനിക്ക് ഈ ബ്രൈറ്റ് എനിക്ക് ഒരു ലൈറ്റും കാണാൻ പറ്റാതെ ആയിപ്പോയി. എനിക്ക് എൻ്റെ കണ്ണ് തുറക്കുമ്പം കണ്ണിൽ ഒരു ബ്ലേർഡ് വിഷൻ പോലെ, പിന്നെ ഒരു ലൈറ്റൊക്കെ ഇടുമ്പോൾ എനിക്കൊരു ഷാർപ്പ് ടോർച്ചിൻ്റെ കണ്ണിങ്ങനെ അടിക്കുന്ന പോലെ എനിക്ക് അങ്ങനത്തെ ഒരു വേദനയായി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ലോലി എനിക്ക് വോയിസിനോട് എനിക്കൊരു സെൻസിറ്റിവിറ്റി ആയി. എനിക്ക് ഈ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒരു ബസ്സിങ് സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥയായി. അപ്പം പിന്നെ അതൊക്കെ എന്നെ ഒത്തിരി ഞാൻ ഓർത്തു, ഓക്കെ സ്ലോലി എൻ്റെ ഓരോരോ സെൻസസ് ഇങ്ങനെ ഡാമേജ് ആവുക. പക്ഷെ എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ എനിക്കുണ്ട്, എന്തായാലും ഞാൻ മരിക്കാൻ പോവാ, സോ ഇറ്റ്സ് ഫൈൻ, അത് ഓക്കെയാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു അൾട്രാസൗണ്ടിൽ പോയപ്പോൾ ഞാൻ ആ പാസേജിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ആ പാസേജിലൊക്കെ. അപ്പം ഞാൻ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് എൻ്റെ ഫേസിൻ്റെ മടി കൂടെ ഇട്ടു. ഞാൻ അൾട്രാസൗണ്ട് അവിടെ ഒരു വാളിൻ്റെ അവിടെ കിടക്കുവാണ്. ആ ഒരു വാളിൽ ചാരിയിട്ട് തന്നെ എൻ്റെ ബെഡ് അവർ വെച്ചത്. അങ്ങനെ ഞാനിങ്ങനെ
കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ബ്ലാങ്കറ്റ് മാറ്റി നോക്കിയപ്പോൾ എനിക്ക് എല്ലാ മനുഷ്യന്മാരും നമ്മൾ പ്ലെയിനിൽ നിന്ന് താഴെ നോക്കുമ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്മോൾ ഒബ്ജക്ട്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നത്. അതേപോലെ എനിക്ക് എല്ലാവരെ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് അങ്ങനെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഞാനിങ്ങനെ ഞാനിങ്ങനെ മിണ്ടാതെ അവിടെ എൻ്റെ ബെഡേ കിടക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആ വോളിലോട്ട് ഇങ്ങനെ നോക്കുമ്പം എനിക്കൊരു ഷാർപ്പ് ഒരു ബ്രൈറ്റ് ലൈറ്റ് അവിടെ കാണാം. അങ്ങനെ സോറി, അങ്ങനെ ആ ലൈറ്റ് ഞാൻ കണ്ടപ്പോൾ ആ ലൈറ്റ് ഞാനിങ്ങനെ എൻ്റെ ബ്ലാങ്കറ്റ് തുറന്ന് ആ ലൈറ്റിലോട്ട് നോക്കുമ്പോൾ ആ ലൈറ്റ് കാണുമ്പോൾ എനിക്ക് ഒരു മനപ്രയാസമോ എനിക്ക് ഒരു വേദനയോ എൻ്റെ കണ്ണ് എന്നെ അത് ഹേർട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ആ ലൈറ്റ് എന്നോട് സംസാരിക്കുന്നു. ഫസ്റ്റ് ഞാൻ കേട്ടത് യു വിൽ നോട്ട് ഡൈ ബട്ട് യു വിൽ ലിവ്, ആ ഒരു വാക്യം ഞാൻ ഇങ്ങനെ ആ ലൈറ്റിൽ കൂടെ കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ ബൈബിൾ വേഴ്സസ് ആദ്യം എനിക്ക് വന്നത് ഐ വിൽ നെവർ ലീവ് യു നോട്ട് forsake you, അത് ഞാൻ ആദ്യം കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടു 1,000 may fall at your side, 10,000 at your right hand, but they will not come near you. അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ വാക്യങ്ങളൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ ഫോണൊന്നും നോക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഓൾമോസ്റ്റ് ഞാനൊരു സബ് കോൺഷ്യസ് ലെവലാണ്, കാരണം വോമിറ്റിംഗ് ചെയ്ത് ഞാൻ ഭയങ്കര ഡീഹൈഡ്രേഷനിലൊക്കെ ആയിരുന്നു. അപ്പം എനിക്കിത് ഞാനിങ്ങനെ ഓർക്കുക ഈ വാക്യങ്ങളൊക്കെ എവിടുന്നാണ് ഞാൻ ഈ വാക്യങ്ങളൊക്കെ വരുന്നത്, ഇത് ബൈബിളിലെ വാക്യങ്ങളാണെന്ന് പോലും എനിക്ക് റീകളക്ട് ചെയ്യാനുള്ള ഒരു ഒരു എന്താ മെമ്മറി അപ്പോൾ വരുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരു ഹോപ്പ് വന്നു, ഞാൻ മരിക്കത്തില്ല, കാരണം എനിക്ക് മനസ്സിലായി. എന്നിട്ട് അങ്ങനെ വന്ന് എനിക്ക് ഭയങ്കര ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസ് ഫീലായി. ഞാൻ ടങ്സിൽ അവിടെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് അവരെന്നെ അൾട്രാസൗണ്ടിൽ കൊണ്ടുപോയ സമയത്ത് ഞാൻ വളരെ എനിക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് എൻ്റെ ഉള്ളിൽ വന്നു. ആ ഒരു ധൈര്യം, ഞാൻ മരിക്കത്തില്ല അങ്ങനെയുള്ള. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തിട്ട് അവരെന്നോട് തിരിച്ചെന്നെ റൂമിലോട്ട് കയറ്റിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഫോൺ വേണം, എനിക്കൊരു പാട്ട് കേൾക്കണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആ സമയത്ത് കാരണം കുറച്ച് നാൾ ഞാൻ എൻ്റെ ഫോണൊന്നും യൂസ് ചെയ്തില്ല. അപ്പം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്ത് പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പം ഞാൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ പേര് മാഞ്ചസ്റ്റർ പെൻറ്റക്കോസ്റ്റൽ ചർച്ചാണ്. അപ്പം ഞാൻ പെട്ടെന്ന് യൂട്യൂബിൽ കയറി മാഞ്ചസ്റ്റർ പെൻറ്റക്കോസ്റ്റൽ ചർച്ച് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ കൺവെൻഷൻ ഉണ്ടായിരുന്നു. കൺവെൻഷനിൽ ഒരു ബ്രദർ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ഞങ്ങളുടെ പാസ്റ്ററുടെ മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് മെസ്സേജ് ഒന്നും കേൾക്കണ്ട. അങ്ങനെ ആ ബ്രദർ ഒരു പാട്ട് പാടാൻ തുടങ്ങിയത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും ആ ബ്രദർ ഒരു മെസ്സേജാണ് തരുന്നത്. അപ്പം ഞാൻ എന്നാ ചെയ്തു, ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഞാൻ പോയ സ്റ്റാൻസ ഇങ്ങനെയാ പറയുന്നത്, രോഗം നിന്നെ പിടിച്ചെന്നാൽ നൽ വൈദ്യനാം യേശു ഏകീടും സൗഖ്യം വേഗത്തിൽ കാരുണ്യം ചെയ്തിടും. ഇതാണ് ആ സ്റ്റാൻസ പാടിക്കൊണ്ടിരുന്നത്. അപ്പം ആ പാട്ട് കേട്ടപ്പം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എൻ്റെ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യ. എൻ്റെ ഹൃദയത്തിൽ വളരെ ഹോപ്പായി. അപ്പം ഞാൻ പിന്നെ സ്ലോലി ഞാൻ ഓർത്ത് ഞാൻ ഞാൻ കഴിക്കാൻ തുടങ്ങണം, ഞാൻ ഇരിക്കണം, അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹങ്ങൾ തുടങ്ങി. അപ്പോൾ എനിക്ക് സ്ലോലി എൻ്റെ വാക്കിംഗ് ഒക്കെ ആ ലിംപിങ് ഒക്കെ കുറച്ച് ബെറ്റർ ആയി. അങ്ങനെ ഞാൻ അവരെന്നെ ഡയഗ്നോസിസ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു ഡയഗ്നോസിസ് വന്നു, ഇത് ബ്രൂസലോസിസ് എന്ന് പറഞ്ഞ അസുഖമാണ്. അപ്പോൾ ഈ ബ്രൂസലോസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് ആനിമൽസിൽ കൂടെ വരും, അതല്ലാണ്ട് നമ്മൾ ഈ അൺപാസ്ചറൈസ്ഡ് മിൽക്കും ചീസ് അങ്ങനെ ആ വഴിയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഡിസീസ് UK ഇല്ലാത്തൊരു അസുഖമാണ്. ഇത് 1985 ഇറാഡിക്കേറ്റ് ആയ ഒരു അസുഖമാണ്. അപ്പോൾ UK ഒരു മനുഷ്യർക്കും ഈ അസുഖമില്ല. അപ്പോൾ എനിക്കത് അറിഞ്ഞുകൂടാ എനിക്ക് എവിടെ നിന്നാണ് വന്നത്. പക്ഷെ അവരെന്നോട് പറഞ്ഞു ഇത് പോസിറ്റീവാ. അതേ സമയത്ത് അവരെന്നോട് പറഞ്ഞു ലിവർ TB ആണ്, കാരണം TBയിൽ എനിക്ക് ലിവറിൽ കുറേ ഗ്രാനുലോമോസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്, ഞാൻ ആ സമയത്ത് എൻ്റെ കൊച്ചായിരുന്നപ്പോൾ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കുഞ്ഞിന് ഇത് ഞാനിപ്പോൾ എനിക്ക് TB ആണെങ്കിൽ ഞാൻ എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുമല്ലോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് ഇൻഫെക്ഷ്യസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല, ഇൻഫെക്ഷ്യസ് അല്ല, ഇത് ലിവറിലായതുകൊണ്ട് കുഴപ്പമില്ല, യു ക്യാൻ ഹാവ് കോൺടാക്ട് വിത്ത് യുവർ ഫാമിലി. അങ്ങനെ പറഞ്ഞ് ഞാൻ ഡോക്ടേഴ്സിനോട് അവരെ വലിയ ഹാപ്പി അല്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. കാരണം ഞാൻ വീട്ടിൽ പോയി കുറച്ച് എൻ്റെ കൊച്ചിനെ കണ്ട എൻ്റെ പിള്ളേരുടെ കൂടെ നിന്ന് ഞാൻ മമ്മി ഡാഡി ഉണ്ട് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഡിസ്ചാർജ് എടുത്ത് വീട്ടിൽ പോയി ഞാൻ അടുത്ത ദിവസം. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ നമുക്ക് തിരിച്ച് UK പോവാം, കാരണം എനിക്ക് എങ്ങനെയും ഞാൻ ഓർത്തു ഞാൻ ഓക്കെ ആവുക, എനിക്ക് തിരിച്ച് UK പോകണം, എനിക്ക് ജോലിക്ക് കയറണം, അങ്ങനെയൊക്കെ കുറെ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. എന്നിട്ട് കാരണം ഞാൻ ഇവിടുന്ന് UK ഞാൻ ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ ചർച്ച് ഒത്തിരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒത്തിരി കരിഞ്ഞു. കാരണം എല്ലാവർക്കും അതൊരു വളരെ ഷോക്കായിരുന്നു എന്നോട് ക്യാൻസറാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അവരെനിക്ക് 24 hours ഒരു ചെയിൻ പ്രെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവർ കോൺസ്റ്റന്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, തിരിച്ചു പോവാ ഞങ്ങൾ നോക്കും അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ഒരു ധൈര്യം വന്നു, ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അടുത്ത ദിവസം എൻ്റെ ഹെൽത്ത് പിന്നെയും എൻ്റെ ഹെൽത്ത് ഒത്തിരി എനിക്ക് വയ്യാണ്ടായിട്ട് ഞങ്ങൾ
എനിക്ക് ആ ജൂപ്പിറ്റർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അവിടെ വരെ പോകാനുള്ള പോലും സ്ട്രെങ്ത് എനിക്കില്ലാണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ അവിടെ അഡ്മിറ്റായി. എനിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവർ ഓൾറെഡി എനിക്ക് ട്രീറ്റ്മെൻറ്റ്, അപ്പം ഈ ഓറൽ മെഡിക്കേഷൻ കഴിക്കുമ്പം അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു IV മെഡിക്കേഷൻ തരാം. അപ്പം ഞാൻ UK പോവാ 12 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നെങ്കിൽ ഞാൻ 8 മണി വരെ അന്ന് വൈകിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഓർമ്മ കുളിച്ച് ഞാൻ പാക്ക് ചെയ്ത് പോവാ. പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ കൊച്ചിനെ അച്ഛൻ ഇങ്ങനെ ഡിസൈഡ് ചെയ്തു, അവനെ ഞങ്ങൾ ഇന്ത്യയിൽ വെച്ചിട്ട് ഞാനും മൂത്ത കൊച്ചും അച്ഛനും മാത്രമേ തിരിച്ചു വരുന്നത്. പക്ഷെ ആ സമയത്ത് എൻ്റെ ഈ അസുഖം എന്നെ ഒത്തിരി മെൻ്റലി ബ്രേക്ക് ഡൗൺ ചെയ്തില്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇന്ത്യക്ക് വിട്ടിട്ട് വരുന്ന കാര്യം ഓർത്തിട്ട് അതെന്നെ ഒത്തിരി മെൻ്റലി അതിനെ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് അത് ഓർത്തിട്ട്. കാരണം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കുന്നത് ഞാനിപ്പോൾ ഓക്കെ ആവും, ഞാൻ മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോവും, എനിക്ക് കൊച്ചിനെ നോക്കാൻ പറ്റും. പക്ഷെ അച്ഛൻ അത് പറഞ്ഞു, ഇല്ല നീ ഹെൽത്തി അല്ല, കുഞ്ഞിനെ നോക്കാം, കുഞ്ഞിനെ മമ്മി ഡാഡി നോക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കുഞ്ഞിനെ ഇട്ട് മുംബൈയിൽ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് UK വന്നു. UK വന്ന് ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഒട്ടും എൻ്റെ മെൻ്റൽ ഹെൽത്ത് കുഞ്ഞിനെ ഇട്ടിട്ട് കൊണ്ട് ഞാൻ വളരെ സാഡും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ ഹെൽത്ത് എനിക്ക് മനസ്സിലാക്കിയത് എൻ്റെ വോമിറ്റിംഗ് ഒട്ടും കുറവല്ലായിരുന്നു. എനിക്ക് ഒരു മോർസൽ ഓഫ് ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ എന്നെ പിന്നെയും UK ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ഇവിടെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് നോർമൽ അവർ പറഞ്ഞു, ഓക്കെ പിന്നെയും എല്ലാ ടെസ്റ്റുകളൊക്കെ റിപ്പീറ്റ് ചെയ്യണം, കാരണം ഞങ്ങൾക്ക് UK ഇല്ലാത്ത അസുഖമാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ഇത് കൺഫേം ചെയ്യണം, ഇത് ബ്രൂസലോസിസ് ആണോ എന്ന്. അതേ സമയത്ത് ഇത് TB ഉണ്ടോ എന്ന് കൺഫേം ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ എല്ലാ റിപ്പോർട്ട്സ് ഇവിടെ സബ്മിറ്റ് ചെയ്തു. അപ്പം പറഞ്ഞ പോലെ ഈ ബ്രൂസലോസിസിൻ്റെ ടെസ്റ്റ് അവർ കൊടുക്കുമ്പോൾ അതിന് ബ്ലഡ് റിപ്പോർട്ട്സ് വരാൻ സമയമെടുക്കും. അതുപോലെ ഇവിടുത്തെ അവർ എല്ലാം പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് മനസ്സിലായി സ്ലോലി എൻ്റെ ഹെൽത്ത് കുറച്ചുകൂടെ ബാഡിൽ നിന്ന് വേഴ്സിലോട്ട് മാറാൻ തുടങ്ങി. ഞങ്ങളുടെ വെയിറ്റ് ലൂസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവർ കണ്ടിന്യൂസ്ലി എനിക്ക് വോമിറ്റിംഗ്, അവർ ഇഞ്ചക്ഷൻ വന്ന് തന്നിട്ടും എൻ്റെ വോമിറ്റിംഗ് കുറയാത്തതുകൊണ്ട് അവർ കണ്ടിന്യൂസ്ലി എൻ്റെ വയറിലോട്ട് ഒരു ഇഞ്ചക്ഷൻ, ഒരു പമ്പ്, ഒരു കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ പോലെ ഒരു മെഡിസിൻ സ്ലോലി 24 hours എൻ്റെ ബോഡിയിൽ അവർ കയറ്റാൻ തുടങ്ങി. കാരണം എൻ്റെ വോമിറ്റിംഗ് അത്രയും പോലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസസ് എല്ലാം ശ്രദ്ധിക്കും. ഞാൻ ആ സിക്ക് ബോളിന് മണ്ടയ്ക്കാണ് കിടക്കുന്നത് എപ്പോഴും. അങ്ങനെ ഒരു അവസ്ഥയായി. പിന്നെ ഞാൻ സ്ലോലി അവർ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലിംപിങ് ആയിരുന്നു. അങ്ങനെ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായി. എനിക്ക് പെട്ടെന്ന് ലോവർ ബാക്ക് പെയിൻ ആയിട്ട് തുടങ്ങി. എൻ്റെ പോസ്ചർ കുറച്ച് ബെൻഡായി. എനിക്ക് പിന്നെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോയി. ഞാൻ ലിംപ് ഒത്തിരി ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇവർക്ക് ഒരു സംശയം വന്നു, എൻ്റെ ഈ അസുഖം എൻ്റെ ബ്രെയിനിലും സ്പൈനിലും സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ് അവരെന്നോട് പറഞ്ഞു ഒരു MRI ബ്രെയിനും സ്പൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ പ്രൊസീജിയറിന് പോയപ്പം വളരെ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്കൊരു കുഴപ്പമൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രൊസീജിയറിന് പോകുന്നത്. ഞാൻ പോയി, എനിക്ക് ഓർമ്മ ഉണ്ട് ചേച്ചി എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് റിപ്പോർട്ട് വന്നു. ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ദ റിപ്പോർട്ട് ഇസ് വെരി പുവർ. ഞാൻ റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ബ്രെയിനിൽ ഫുൾ ഇത് സ്പ്രെഡ് ആയിരുന്നു. എൻ്റെ സ്പൈനൽ കോഡിൻ്റെ സ്റ്റാർട്ടിങ് കോലം ടു അതിൻ്റെ താഴെ എൻഡിങ് വരെ എനിക്ക് ആ ഫുൾ സ്പൈനൽ കോഡിൻ്റെ എല്ലാ കോളംസിലും എനിക്ക് ലീഷൻസ് ഉണ്ടായിരുന്നു, ഒരു ടയർ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഫുൾ സ്പൈനൽ കോഡിൽ ഓസ്റ്റിയോമലൈറ്റിസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷനായി. അതുപോലെ എനിക്ക് ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു. അങ്ങനെ വേറെ കോളംസിലെ ബൾജ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഇത് വളരെ പുവർ റിപ്പോർട്ടാണ്. പിന്നെ ഡോക്ടേഴ്സ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി, ഇത് ന്യൂറോ ബ്രൂസലോസിസ് എന്നാണ് പറയുന്നത് ഇതിന്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്നോസിസ് വളരെ പുവറാണ്. അത് ഈ ഡിസീസ് ശരിയാവാൻ ഒത്തിരി ഇറ്റ്സ് എ ഹാർഡ് പ്രോസസ്സ് എന്ന് എന്നോട് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയാ, ഇപ്പം IV മെഡിക്കേഷൻസ് തരണം. പിന്നെ ആ സമയത്ത് നിനക്ക് ചിലപ്പോൾ ഫിറ്റ്സ് ആവാൻ ചാൻസ് ഉണ്ട്, ബ്രെയിനിൽ വേറെ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, അപ്പം നമുക്ക് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം സ്ലോലി എൻ്റെ ഹെൽത്ത് ഞാൻ നോക്കുമ്പം ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ ഓർത്തു, ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ 2 കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഒന്ന് എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എൻ്റെ ശബ്ദം പോകാൻ പാടില്ല. പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാർത്ഥിച്ചത് ഞാൻ ഒരിക്കലും ഹാൻഡിക്യാപ്ഡ് ആയിട്ട് കട്ടിലേക്ക് എടുക്കരുത്, കാരണം ഞാൻ വേറൊരു ഭാരമായി തീരുന്നത്. ഞാനൊരു നേഴ്സാണ്, ഞാൻ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. ഞാനൊരു പേഷ്യൻ്റായിട്ട് ഒരിക്കലും ഒരു കിടപ്പായ അവസ്ഥയിൽ മാറരുത്. അത് ഞാനത് ഈ 2 കാര്യത്തിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ലോലി അവരെന്നോട് പറഞ്ഞു നമുക്ക് എൻ്റെ ഹെൽത്ത് അവർ നോക്കുമ്പം അവരെന്നെ മെഡിസിൻസിലോട്ട് ഡിസ്ചാർജ് ചെയ്യും. ഞാൻ അടുത്ത ദിവസം പിന്നെ ഞാൻ പോയി
അഡ്മിറ്റ് ആവും. അങ്ങനത്തെ അവസ്ഥയായപ്പം അവരെന്നോട് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ രാത്രി 12 മണിയായപ്പം അവരെന്നെ വീട്ടിൽ നഴ്സസ് വിടുമായിരുന്നു എനിക്ക് ഇഞ്ചക്ഷൻ ഒക്കെ തരാൻ. അപ്പോൾ ആ നേഴ്സ്, ഒരു മലയാളി നേഴ്സ് എന്നെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, നിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്, നീ എന്ന് അർജന്റ്ലി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോകണം. അപ്പം ഞാൻ തല ആട്ടി. പക്ഷെ എനിക്ക് പോകാനുള്ള എനിക്ക് അത്രയും പോലും വയ്യ. അപ്പം ഞാൻ ഓർത്തു ഓക്കെ. പക്ഷെ 12 മണി ആയപ്പം എൻ്റെ മനസ്സിങ്ങനെ വന്നു, ഞാൻ ഇവിടെ കുഴഞ്ഞു വീഴാൻ പോകുന്ന, അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു. പെട്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, ചേച്ചീനെ വിളിക്കാൻ പറഞ്ഞു. ചേച്ചീനെ വിളിച്ചു. ഞാൻ യൂഷ്വലി ഞങ്ങൾക്ക് ചേച്ചിക്ക് 2 പിള്ളേരുണ്ട്, എൻ്റെ കൊച്ചുണ്ട്. അപ്പം അച്ഛനോട് പറഞ്ഞു നമുക്ക് 2 പേർക്ക് തന്നെ പോവാം, ചേച്ചീനെ വീട്ടിൽ ഇരുത്താം. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നത്, ഞാൻ ഈ വണ്ടി കയറി പോകുമ്പോൾ, അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പുറകെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അച്ഛൻ അറിയത്തില്ല. കാരണം ഞാൻ വീഴും. എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ഞാൻ പോവാ. എനിക്ക് സ്ലോലി എൻ്റെ ബോഡിയിൽ നിന്നെല്ലാം ഫ്ലൂയിഡ്സും ബ്ലഡൊക്കെ ഡ്രെയിൻ ഔട്ട് ആയിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചിനെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ അവളെ എൻ്റെ കൂടെ ഇരുത്തി. എൻ്റെ മനസ്സിൽ പക്ഷെ ഇങ്ങനെ നടക്കുന്നത്, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചേച്ചിക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ആ ഫുൾ ജേർണി ഞാൻ ഛർദ്ദിക്കുമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പോയി അവിടെ ഞാൻ നഴ്സസ് ഡെസ്കിൽ പോയി ഞാൻ ഓൾമോസ്റ്റ് വീണു അവിടെ. കാരണം എനിക്ക് അത്രയും വയ്യ. അപ്പോൾ അവരെന്നെ റീസസിലൊക്കെ കയറ്റി എമർജൻസി CT സ്കാൻ ചെയ്ത് രാവിലെ ഡോക്ടേഴ്സിനെ കാണാൻ വന്നപ്പം ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഓക്കെ യുവർ ലിവർ ഇസ് നോർമൽ. അപ്പം ഞാൻ നോർമൽ എന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ പെട്ടെന്ന് വളരെ ഹാപ്പിയായി. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ ലിവർ ഹീലായോ എന്ന് ചോദിച്ചു. അപ്പം ആ ഡോക്ടറിന് വളരെ ദേഷ്യം വന്ന് എന്നോട് പറഞ്ഞു, നീ ഒരു നേഴ്സ് അല്ലേ, ഹൗ കെൻ യു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ എന്ന് എന്നോട് ചോദിച്ചു. നിന്റെ ബോഡി ഒരു ബോംബ് പൊട്ടിയ പോലെയാണെന്ന് എന്നോട് പറഞ്ഞു. ലൈക്ക് ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലം നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് നാശമായത് ഇറ്റ്സ് ഡൺ, യു കാൺട്ട് റിപ്പയർ ഇറ്റ്. അപ്പൊ നിന്റെ ഈ ബോഡി ഇനി ഒരു 3-4 വർഷം, എത്ര വർഷം എടുക്കുന്ന പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഫോർ ഇറ്റ് ടു ബിക്കം ഓക്കെ എന്ന് അങ്ങനെ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ സ്ലോലി എൻ്റെ ഹെൽത്ത് നോക്കുമ്പം ഡേ ബൈ ഡേ എൻ്റെ ഹെൽത്ത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എനിക്ക് അവരെൻ്റെ ഹാർട്ടിൻ്റെ 2D എക്കോ എപ്പോഴും ചെയ്യുമായിരുന്നു. അതെപ്പോഴും യൂഷ്വലി നോർമലായിട്ടാണ് വരുന്നത്. അങ്ങനെ നോർമലായിട്ട് വന്ന ഒരു ദിവസം അവരിങ്ങനെ എക്കോ ചെയ്യാൻ, കാരണം എനിക്ക് തരുന്ന മരുന്നൊക്കെ ഹാർട്ടിന് കുറച്ച് വേരിയേഷൻ വരും എന്ന് ഓർത്തിട്ട് അവർ എക്കോ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എക്കോ ചെയ്തപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കൊരു ഒരു പാച്ച് പോലെ കാണാം ഹാർട്ടിൽ. അപ്പം ഒരു TOE എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. അത് വായിക്കകത്തുനിന്ന് ഒരു ക്യാമറ അവർ ഹാർട്ടിലോട്ട് ഇടും. അങ്ങനെ അത് ചെയ്തിട്ട് നമുക്കത് ഹാർട്ട് കാണാം, നമ്മുടെ 360 ഡിഗ്രി ഹാർട്ട് കാണാം. അങ്ങനെ അപ്പോൾ എന്നെ ആ പ്രൊസീജിയറിലോട്ട് അവർക്ക് ഇപ്പം എന്നോട് പറഞ്ഞു, വരി ചെയ്യേണ്ട, ഇത് നമ്മൾ അനസ്തേഷ്യ തരും, അപ്പം നീ ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവരെന്നെ അനസ്തേഷ്യയിലോട്ട് കയറ്റിയപ്പോൾ എൻ്റെ BP ഒക്കെ ഒത്തിരി ഡ്രോപ്പായി. അങ്ങനെ എനിക്ക് അനസ്തേഷ്യ തരാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ ആ 1.5 മണിക്കൂർ പ്രൊസീജിയറിൽ അവേക്കായ സമയത്ത് ആ ഡോക്ടർ പ്രൊസീജിയർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏതാണ്ടോ കുഴപ്പം കാണും. അങ്ങനെ പക്ഷെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഈ റിപ്പോർട്ട് നോർമൽ ആവണം, എൻ്റെ ഹാർട്ട് ഓക്കെ ആവണം. അങ്ങനെ എനിക്കൊരു പ്രാർത്ഥന ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഒരു നേഴ്സ് ആയതുകൊണ്ട് നിനക്ക് കാണണോ, നിന്റെ ഹാർട്ടിനെ കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഹാർട്ടിനെ കാണുമ്പോൾ എനിക്കൊരു 5 സെന്റിമീറ്റർ ഒരു മാസ് എൻ്റെ അയോട്ടിക് വാൽവിലുണ്ട്. അത് ആ വാൽവ് ഓപ്പൺ ആൻഡ് ക്ലോസ് ആകുമ്പോൾ എനിക്ക് ആ മാസ് അവിടെ ഇങ്ങനെ ഫ്ലിക്കർ ആവുന്നത് എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, വി വിൽ ഡിസ്കസ് വാട്ട് ദ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു കിട്ടും. അപ്പം ഞാൻ പുറത്ത് അച്ഛൻ ഇപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, മൈ റിപ്പോർട്ട്സ് ആർ വെരി പുവർ. അങ്ങനെ പറഞ്ഞ് ഞാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, യു ഷുഡ് നോ ദാറ്റ് മെഡിക്കലി നമുക്കിതിന് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. നമ്മൾ വാൽവ് റീപ്ലേസ്മെന്റ് സർജറി, ഇത് നിന്റെ വാൽവിനെ ബ്ലോക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ വാൽവ് റീപ്ലേസ്മെന്റ് സർജറി ചെയ്യേണ്ടി വരും എന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ബിക്കോസ് ഞാൻ ഓർത്തു, ദൈവമേ ഞാൻ എൻ്റെ ഓരോരോ ഓർഗൻസ് ഇങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ, ഇനി ഞാൻ ഈ സർജറിനൊക്കെ പോകേണ്ടി വരുമല്ലോ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഒത്തിരി ചിന്തയാണ്. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ഞാനിത് വന്ന സമയം തൊട്ട് എനിക്ക് തോന്നുന്നൊരു 10,000+ ആൾക്കാർ എനിക്ക് വേണ്ടി ഓൾ അറൗണ്ട് ദ വേൾഡ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ മെന്റലി ഞാൻ കരയാറുണ്ട്, പക്ഷെ എനിക്കൊരു ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. കാരണം എപ്പോഴും അച്ഛനുണ്ട് എൻ്റെ കൂടെ, ചേച്ചിയുണ്ട്, അവരെപ്പോഴും എൻ്റെ മാറി എന്നെ ടേക്ക് കെയർ ചെയ്യും. അങ്ങനത്തെ ഞാൻ ആ പ്രോസസ്സിലൂടെ പോകുന്നത്. അപ്പോൾ പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ ഉണ്ട്, ഞാൻ എങ്ങനെ എൻ്റെ പിള്ളേരെ നോക്കും, ഞാൻ എൻ്റെ ജോലിക്ക് ഇങ്ങനെ പോകും, അങ്ങനെയൊക്കെ ചിന്തകളുണ്ട്. അങ്ങനെ സ്ലോലി ഞാൻ ഈ ഹോസ്പിറ്റൽ അഡ്മിഷനിൽ അവരെൻ്റെ കിഡ്നി ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിൽ സ്റ്റേജ് 3 ഓൾറെഡി മാറി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, കിഡ്നീസ് ഡാമേജ് ആവുക, നമ്മൾ അതുകൊണ്ട് അതിനെ മോണിറ്റർ ചെയ്യണം. അങ്ങനെ അവർ കിഡ്നീസിൻ്റെ മോണിറ്ററിങ് ചെയ്യാൻ പോയി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ലോവർ അബ്ഡോമിൻ പെയിൻ ആയി. അങ്ങനെ നോക്കിയപ്പോൾ അവർ സ്പ്ലീന് എൻ്റെ ഒരു അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ എൻ്റെ സ്പ്ലീന് വളരെ സൈസ് ഒരു ഡബിളാണ്. ലിവറുടെ സൈസ് ആണെങ്കിൽ 3 times ദാൻ ദ നോർമൽ സൈസ് ആയിരുന്നു.
അതിന്റെ എൻസൈംസ്, ലിവറുടെ എൻസൈംസ് നോർമൽ 35 ഒക്കെ ആണെങ്കിൽ എന്റെ 500+ ആണ് എന്റെ റിപ്പോർട്ട്സിന്റെ വാല്യൂ ഒക്കെ വരുന്നത്. അങ്ങനെ അപ്പൊ ഈ ഓർഗൻ ഈ അസുഖം സ്ലോലി എന്നോട് അവർ പറഞ്ഞു, നിന്റെ ഇത് അക്യൂട്ട് ഫേസിലാ തുടങ്ങിയത്, പക്ഷെ ഈ അസുഖം ഇപ്പൊ ഇത് ക്രോണിക് സ്റ്റേജിലോട്ടാ നിന്നെ പോയേക്കുന്നത്, ആൻഡ് അതിന്റെ പ്രോഗ്നോസിസ് വളരെ പുവർ. അപ്പൊ ഡോക്ടേഴ്സ് എന്നോട് വന്ന് പറയും, അയ്യോ ഇത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി, നീ വളരെ യങ് ആണല്ലോ, ഇത് വളരെ അൺയൂഷ്വൽ കേസാണ്, ഈ കേസ് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ എന്നോട് പറഞ്ഞു ഞങ്ങള് TBയുടെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പം അവർക്ക് ആദ്യം TBയുടെ ഒന്നും അവർക്ക് മൈക്രോ ഓർഗനിസം കാണാൻ പറ്റുന്നില്ല. പിന്നെ സഡൻലി എന്നോട് പറഞ്ഞു ഒരു ദിവസം, നിനക്ക് ഈ TBയുടെ മൈക്രോ ഓർഗനിസം ഞങ്ങൾ കാണാത്തത് കാരണം നിന്റെ ഈ നോർമൽ TB മാറിയിട്ട് നിനക്ക് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് മീൻസ് ഹൈ ലെവൽ ഓഫ് TBയിലോട്ട് നിന്റെ അസുഖം പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് ആ കോമ്പിനേഷനും ഈ ബ്രൂസലോസിസ് വളരെ ഒരു പുവർ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് ഇതിന്റെ പ്രോഗ്നോസിനെ പറ്റി ഞങ്ങളോട് ചോദിക്കരുത്, വളരെ പോറാണ്. പക്ഷെ നമ്മളെ സിംറ്റംസ് എന്തുവാണ്, നിനക്ക് എന്താ സിംറ്റംസ് ആണ് അതിനെ നമ്മൾ മാനേജ് ചെയ്യാം, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ട് എന്റെ മനസ്സിൽ ഒത്തിരി വിഷമമുണ്ട്. ആ സെയിം ടൈമിൽ ഞാൻ എന്റെ മമ്മി ഡാഡിയും കുഞ്ഞിനെ കൊണ്ട് അവരുടെ വിസ പ്രോസസ്സൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അവരെ UK കൊണ്ടുവരാൻ. അപ്പൊ എന്റെ മനസ്സിൽ ഞാനിങ്ങനെ ഓർക്കും, ഓക്കെ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കും, ഞാൻ ഓക്കെ ആവും, എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഈ സമയത്ത് എനിക്ക് ഭയങ്കര ബോഡി പെയിൻ, എന്നും ടെമ്പറേച്ചർ. അപ്പൊ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവരോട് ചോദിച്ചു, ഇത് TB കൺഫേം ആണെങ്കിൽ എനിക്ക് അറിയണം, ഈ TB പകരുന്ന TB ആണോ എന്ന് എനിക്ക് അറിയണമെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഐസൊലേഷനിലിടാം. അങ്ങനെ പറഞ്ഞ് എൻ്റെ കുഞ്ഞ് UK വന്ന സമയത്ത് എനിക്ക് അവനെ കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ബിക്കോസ് എന്നെ അവർ ഐസൊലേഷനിൽ വെച്ചേക്കുമായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത് അവർ. അപ്പൊ അങ്ങനെ പിന്നെ അവർക്ക് എന്നെ ഇൻഫെക്ഷൻസ് ഫ്രീ, അവർ പറഞ്ഞു ലങ്സിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് പകരാത്ത TB ആണ്, അപ്പൊ യു ക്യാൻ ഹാവ് കോൺടാക്ട് വിത്ത് യുവർ ഫാമിലി, പക്ഷെ ഇങ്ങനെ വയ്യാത്തതായതുകൊണ്ട് മിനിമൽ കോണ്ടാക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി ഞാൻ പോവാം. എന്നിട്ട് ഞാൻ ഡിസ്ചാർജ് ആവുന്ന മുന്നേ ഞാനിങ്ങനെ ഒത്തിരി പാസ്റ്റേഴ്സ്മാർ എന്നെ കോൾ ചെയ്തായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരൊക്കെ പ്രൊഫസ് ചെയ്ത ഒരു കാര്യമാണ് ഇത്, ദൈവനാമത്തിന് വേണ്ടി ആണെന്ന് എന്നോട് ഒത്തിരി പാസ്റ്റേഴ്സ്മാരും ഒത്തിരി പ്രോഫിറ്റ്സ്മാരും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരു മിനിസ്ട്രി വെച്ചിട്ടുണ്ട്, ആ മിനിസ്ട്രി നീ ഫോളോ ചെയ്യണം, നീ കേൾക്കണം, നീ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ കുറെ പ്രോമിസസ് ദൈവം എനിക്ക് ഇങ്ങനെ അവരിൽ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പ്രഗ്നന്റ് ആയ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ബ്ലെസ്സഡ് മെമുന പാസ്റ്ററുടെ മൂത്ത സഹോദരൻ ജോൺസൺ മെമുന പാസ്റ്റർ ഇങ്ങനെ വന്നാണ് ഞങ്ങളുടെ ചർച്ചിൽ പ്രയർ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നത്. അപ്പം ഞാനിങ്ങനെ ഒരു സൺഡേയിൽ ഞാനിങ്ങനെ ചർച്ചിൽ ഒരു കോർണറിൽ ഇരിക്കുമ്പം പുള്ളിക്കാരൻ എന്നെ അറിയത്തില്ല, ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ചർച്ചിൽ അങ്ങനെ വന്നപ്പം പുള്ളിക്കാരൻ പെട്ടെന്ന് എൻ്റെ പേരെടുത്ത് പറഞ്ഞു, റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന സ്നേഹ സിസ്റ്റർ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ അതെനിക്ക് വളരെ ഷോക്കായി പോയി, കാരണം ഞങ്ങളുടെ ചർച്ചിലും അത് വളരെ ഷോക്ക്, കാരണം പുള്ളിക്കാരൻ എങ്ങനെ എൻ്റെ പേര് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പം ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയി. എന്നിട്ട് പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ നന്മ നീ കാണും, അതൊരു പ്രോമിസ് ചൈൽഡ് ആണ്, അതൊക്കെ നീ ഇപ്പം പോകുന്ന കഷ്ടത ഒക്കെ നിന്റെ ജീവിതത്തിൽ മാറി നീ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും നിന്റെ ലൈഫ് എന്ന് പറഞ്ഞ് എനിക്കൊരു പ്രോമിസ് അന്ന് തന്നായിരുന്നു. അപ്പൊ ദൈവം എന്നെ ഈ സമയത്തൊക്കെ ഇതൊക്കെ ഓർപ്പിക്കുന്നുണ്ട്, ദൈവം ഞാൻ നിന്നെ വിടുവിക്കും, നീ ഇതൊക്കെ പ്രോമിസസ് നിനക്ക് ലൈഫിൽ ഉള്ളതാണല്ലോ, യു ഡോണ്ട് ലൂസ് ഹോപ്പ്, ഞാൻ വിടുവിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ വരുന്നത് എനിക്ക് ഭയങ്കര ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പെയിൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് നോർമൽ പെയിൻ അല്ല, എന്നെ ഒരു കത്തി വെച്ച് കോൺസ്റ്റന്റ്ലി ആരുടെ സ്റ്റാബ് ചെയ്യുന്ന പോലെ വേദന. കാരണം ഈ ബ്രൂസലോസിസ് ക്രോണിക് സ്റ്റേജിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആർത്രൈറ്റിസ്, അതേപോലെ സ്പോണ്ടിലോസിസ് അതിന്റെ സിംറ്റംസ് ആയിട്ടാണ് മാറുന്നത്. കാരണം ഈ മസിൽസും ജോയിന്റ്സിനെ ഈട്ട് ചെയ്യും, അങ്ങനത്തെ ഒരു അസുഖമാണിത്. അപ്പൊ എനിക്ക് കോൺസ്റ്റന്റ്ലി ഞാൻ എൻ്റെ ബെഡിൽ റോൾ ചെയ്യുക, ഞാൻ കോൺസ്റ്റന്റ്ലി കരയുക, എനിക്ക് വേദന കൊണ്ട് എനിക്ക് ഉറക്കമില്ലാണ്ടായി, എനിക്ക് കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആയി, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ പോവാ. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ എൻ്റെ കട്ടിലെ കിടന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുക, ദൈവം എനിക്ക് എപ്പോഴാണ് ദൈവം ഒരു വിടുതൽ തരുന്നത്. കാരണം എല്ലാവരും എന്നോട് പറഞ്ഞു നീ ഒരു ഇൻസ്റ്റന്റ് ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ അപ്പം ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഹീലിംഗ് എങ്ങനെ തരേണ്ടത് അത് എൻ്റെ രീതിയാണ്, നീ അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കരുത്, നീ ഹീൽ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഹൗ ടു ഹീൽ ദാറ്റ് ഇസ് മൈ വേ എന്ന് എന്നോട് ഇങ്ങനെ ദൈവം സംസാരിച്ചു. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു യു പ്രേ ഫോർ യുവർ സെൽഫ്. ഇങ്ങനെ അപ്പൊ ഞാൻ ഓർത്തു ശരിയാണ്, ഒത്തിരി ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, ഐ ഷുഡ് പ്രേ ഫോർ മൈ സെൽഫ്. അങ്ങനെ ഞാൻ അന്ന് രാത്രി എനിക്ക് ഉറക്കമില്ല. അപ്പം എനിക്ക് ഉറക്കമില്ലാതെ ഇവരെനിക്ക് ഉറക്ക ഗുളിയൊക്കെ തരാൻ തുടങ്ങി. ബിക്കോസ് ഞാൻ ഒരു ദിവസം 3 രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ എനിക്ക്
പക്ഷെ എനിക്ക് എന്റെ ശരീരത്തിൽ നോക്കുമ്പോൾ അതിന്റെ ശരീരത്തിനെ അത് ബാധിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പിന്നെയും ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു മൈൽഡ് ഉറക്ക ഗുളിക സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇത് കഴിച്ചാലും എനിക്ക് ഉറക്കമില്ല. അങ്ങനെ അവസ്ഥയായപ്പോ ഞാൻ ദിവസം 12 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കുക. അത് 12 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ എന്റെ കണ്ണ് തുറക്കുമ്പോൾ 3 o'clock ആയി. ഞാൻ ഭയങ്കര കരവായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ ലിവർ എന്റെ ഓരോരോ ഓർഗൻസ് ദൈവം ഹീലാക്കണേ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന ഈ ദിവസത്തിന്റെ ഒരു 14 days മുന്നേ എനിക്കൊരു ലിവർ MRI ഇവർ റിപ്പീറ്റ് ചെയ്തായിരുന്നു. കാരണം എന്റെ ലിവറിന്റെ കണ്ടീഷൻ വളരെ പുവർ ആണെന്ന് പറഞ്ഞിട്ട് ഇവര് സ്കാൻ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ റിപ്പോർട്ട് ജനറലി അവർ റിലീസ് ചെയ്യുന്ന പെട്ടെന്ന്. പക്ഷെ ഇത് 14 ദിവസമായിട്ട് ഈ റിപ്പോർട്ടിന്റെ ഒരു അനക്കമില്ല. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഓ, ഈ റിപ്പോർട്ട് ചിലപ്പം വലിയ ആൾക്കാരുടെ അടുത്ത് പോയി കാണും, ബിക്കോസ് ഇതിന്റെ അത്ര കേസ് ഒത്തിരി യുണീക്ക് ആണ്, ഒത്തിരി അത് കുറച്ചുകൂടെ വേഴ്സ് ആയി കാണും, അങ്ങനെയൊക്കെ എന്നോട് വന്ന് ഡോക്ടേഴ്സ് പറയും. പക്ഷെ ഈ റിസൾട്ടിന്റെ ഒരു വിവരമില്ല. അങ്ങനെ ഞാൻ ഇത് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം ഞാൻ രാവിലെ എനിക്കൊരു ജൂനിയർ ഡോക്ടർ വന്ന് എനിക്കൊരു റിപ്പോർട്ട് കൈ തരുന്നു. ആ റിപ്പോർട്ടിന്റെ കൈ നോക്കുമ്പം അവർ ചിരിച്ചുകൊണ്ടപ്പോൾ ഞാൻ ഈ റിപ്പോർട്ടിന്റെ കൈ കണ്ടപ്പം ഞാനിങ്ങനെ വായിക്കുന്നു, ലിവർ ഇസ് നോർമൽ ഇൻ സൈസ് ആൻഡ് ഷേപ്പ്, ലിവറിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇത് ഞാൻ എന്റെ റിപ്പോർട്ട് തന്നെ. പെട്ടെന്ന് ഞാൻ എന്റെ റിപ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് എന്റെ പേര് തന്നെയാണെന്ന് നോക്കി. അപ്പൊ ഞാൻ ആ റിപ്പോർട്ടിന്റെ കൈ പിടിച്ച് പൊട്ടി കരയാൻ തുടങ്ങി. അപ്പൊ ആ ഡോക്ടർ ഒരു ഒരു ഡൽഹിക്കാരത്തിയായിരുന്നു, ഒരു ഹിന്ദു ഡോക്ടറാണ്, ഇന്ത്യൻ ഡോക്ടറാണ്. അപ്പൊ എന്നോട് ഹിന്ദി ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്റെ നേരത്തെ റിപ്പോർട്ട് കണ്ടിട്ടില്ല, ഇത് എന്റെ റിപ്പോർട്ട് തന്നെയല്ലേ, ഇതിന്റെ ലിവർ നോർമൽ ആണല്ലോ. അപ്പൊ അവള് പറഞ്ഞു, നല്ല കാര്യമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, നിനക്ക് എന്റെ ലിവറിന്റെ കണ്ടീഷൻ അറിയത്തില്ല. എന്റെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരിക്കലും ഞാൻ ഹീൽ ആവത്തില്ലെന്ന് പറഞ്ഞ എന്റെ ലിവർ ഇങ്ങനെ ആയ എനിക്ക് ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനെ എന്റെ കൺസൾട്ടന്റ് വിളിച്ചപ്പോൾ പറഞ്ഞു, ഇറ്റ്സ് എ മിറക്കിൾ, ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് എങ്ങനെ സംഭവിച്ചു. ശരി, ആ ലിവർ നോർമൽ ആണല്ലോ, പക്ഷെ സ്പ്ലീൻ എന്റെ അതിനകത്ത് പിന്നെ ഡാമേജ് ആണെന്ന് കാണിക്കുന്നു. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, എനിക്ക് ഡിസ്ചാർജ് ചെയ്തതിന് വീട്ടിൽ വിടണം, ഞാൻ സ്ലോലി ഞാൻ ഓക്കെ ആവാൻ നോക്കാം, അങ്ങനെ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ലിംപിങ് ഒക്കെ ഉണ്ടായിരുന്നു. സ്ലോലി അതൊക്കെ മാറി എനിക്ക് നടക്കാൻ പറ്റാൻ തുടങ്ങി. എനിക്ക് ഒരു സമയത്ത് എനിക്ക് കട്ടിലേന്ന് പൊങ്ങുമ്പോൾ ഞാൻ ആൾക്കാർ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ കട്ടിലേന്ന് എണീക്കത്തില്ലായിരുന്നു. ഞാൻ ഫുൾ ബ്ലാങ്കറ്റ് വെച്ച് കവർ ചെയ്ത് ഞാൻ കിടക്കും. കാരണം എനിക്കറിയാം ആൾക്കാർ എന്നെ അത് അല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർ ഒരു ദിവസം എന്നെ കണ്ട് ഇങ്ങനെ പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ, ഞാൻ ബെഡിന്റെ അടുത്തിരുന്ന്. അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ അതൊക്കെ ദൈവം സ്ലോലി മാറ്റി ഹീലാക്കാൻ നോക്കി. അപ്പൊ എനിക്കൊരു ഉറപ്പ് കിട്ടി, ദൈവം എന്നെ ഹീലാക്കും. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, എന്റെ ഹാർട്ടിന്റെ ഒരു എക്കോ ചെയ്യണം, എനിക്ക് അറിയണം എന്റെ പ്രോഗ്രസ് എന്തോ ഡിസീസിന്റെ. അപ്പൊ അവർ പറഞ്ഞു, നമുക്ക് ചെയ്യാം, പതുക്കെ ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു MRI സ്പൈനും ബ്രെയിനും ചെയ്യണം. എനിക്കറിയാം ഇത് സൗഖ്യത്തിലോട്ട് ഞാൻ പോവാണെന്ന് എന്റെ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ഹാർട്ടിന്റെ എക്കോ ചെയ്തപ്പം ആദ്യം ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം ആ മാസ് അവർക്ക് അത് കാണുന്നില്ല. ആ മാസ് കാണാൻ വേണ്ടി അവർ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ കുറെ ഇത് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് എനിക്ക് പിന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു, ദാറ്റ് മാസ് ഹാസ് ഡിസപ്പിയർഡ്, വി കാൺ ഫൈൻഡ് ഇറ്റ്. അപ്പൊ അത് പോയെന്നാ തോന്നുന്നത്. അപ്പൊ എനിക്ക് അവർക്കത് വളരെ അതിശയമായിട്ട് തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്കറിയായിരുന്നു ഇത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ദൈവം എന്നെ സ്ലോലി ആൻഡ് സ്റ്റഡിലി ഹീലാക്കാൻ തുടങ്ങി. അപ്പൊ സ്ലോലി എന്റെ ലിവർ ഹീലായി, എന്റെ ഹാർട്ട് ഹീലായി. പിന്നെ ഞാൻ ഈ MRI ബ്രെയിൻ ആൻഡ് സ്പൈൻ ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, അപ്പൊ ഇവർ ടെസ്റ്റ് ചെയ്താലും ഇതിന്റെ റിപ്പോർട്ട് പിന്നെ റിലീസ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കുന്നു. പിന്നെ അവർ എന്നോട് പറഞ്ഞു, റിപ്പോർട്ട് എന്തെങ്കിലും ബാഡ് ആയിരിക്കും, അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. ഏതായാലും ആ റിപ്പോർട്ട് വന്നപ്പം എന്റെ ബ്രെയിനിലെല്ലാം ഉള്ള വലിയ മാസുകളായിരുന്നു, അതൊക്കെ ടൈനി സ്പോട്സിലോട്ട് മാറി. അത് അവർക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. പിന്നെ എന്റെ സ്പൈനൽ കോളം സ്റ്റാർട്ടിങ് തൊട്ട് ഫുൾ എൻഡ് വരെ എല്ലാ സ്പൈനൽ കോളംസ് ഹീലായി, അത് റിപ്പയർ ആയി. ആ ടയർ ഉള്ളത് അത് കാണുന്നില്ല, ലീഷൻസ് ഉള്ളതൊക്കെ ഡിസപ്പിയർ ആയി, ബൾജ് ഉള്ളത് കാണുന്നില്ല, ഡിസപ്പിയർ ആയി. അങ്ങനെ ഒരു വലിയ അത്ഭുതം കാരണം അപ്പോഴാണ് ഞാൻ എൻ്റെ റിപ്പോർട്ട്സ്, കാരണം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ റിപ്പോർട്ട്സ് ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്കറിയാം ഞാൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒരു അവിശ്വാസിയായി തീരുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ദൈവമേ എന്തുകൊണ്ട് എനിക്കിത് വന്നു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാനുള്ള അധികാരം എനിക്കില്ല. പക്ഷെ അത് ഞാൻ റിപ്പോർട്ട്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും. അപ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് ഞാൻ കാണുന്നത് തന്നെ എൻ്റെ ഈ ബ്രെയിൻ്റെയും സ്പൈൻ്റെ MRI. അപ്പോൾ ഞാൻ എൻ്റെ 2 റിപ്പോർട്ട്സ് എടുത്ത് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ പൊട്ടിക്കരഞ്ഞു. ബിക്കോസ് ഞാൻ ഇങ്ങനെ ഓർക്കുന്നു, ദൈവം എങ്ങനെ മിറക്കിൾസ്ലി ഹീൽ ചെയ്യുന്നത്, അത് എങ്ങനെ ഇതൊക്കെ റിപ്പയർ ചെയ്തു, വിതൗട്ട് സർജറി ഒക്കെ ഇത് എങ്ങനെ റിപ്പയർ ആയി, അതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് അത്
എനിക്ക് ഇപ്പോഴും അത് വളരെ ഒരു വലിയ മിറക്കിളായിട്ട് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ആയി. എനിക്ക് ഓർമ്മ ഉണ്ട്, ഞങ്ങളുടെ ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ വെച്ചു ഞങ്ങളുടെ പാസ്റ്റർ. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ഞാൻ 21 ഡേയ്സും പ്രാർത്ഥനയ്ക്ക് പോകും. എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് ഭയങ്കര പനിയാ, എനിക്ക് ഭയങ്കര പനി, ദേഹത്ത് വേദനയുണ്ട്. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു ദൈവത്തോട്, ഞാൻ പാരസ്റ്റമോൾ എടുത്താലും ഞാൻ പോവും പ്രാർത്ഥനയ്ക്ക്. ദൈവം എനിക്ക് ഈ പ്രാർത്ഥനയിൽ ദൈവം എനിക്കൊരു പൂർണ്ണ സൗഖ്യം തരണം. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് ലെഫ്റ്റ് സൈഡിലൊന്നും കിടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്, അത് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല, പക്ഷെ എൻ്റെ റിപ്പോർട്ട്സ് ഒക്കെ നോർമലാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു സ്പ്ലീൻ്റെ ഒരു അൾട്രാസൗണ്ട് ചെയ്യും. സ്പ്ലീൻ്റെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് സ്പ്ലീൻ വളരെ പുവർ കണ്ടീഷനിലാ, വളരെ ഡബിൾ ത്രിബിൾ സൈസിലോട്ട് ഇൻക്രീസ് ആയി. ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഇത് സ്പ്ലീൻ ക്യാൻസർ ആണോ. അപ്പോൾ റേഡിയോളജിസ്റ്റ് എന്നെ വിളിച്ച് കുറേ ഇത് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു. ഞാൻ ഇങ്ങനത്തെ സ്പ്ലീൻ കണ്ടിട്ടില്ല, ഇത് എനിക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് ഞാൻ പഠിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിത് മനസ്സിൽ ഞാൻ ചിരിക്കുക, കാരണം എനിക്കറിയാം ഇതൊന്നുമല്ല, ദൈവം എന്നെ സൗഖ്യമാക്കും അങ്ങനത്തെ ഒരു ഇതിൽ. അപ്പോൾ ഒരു ദിവസം ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഐ ഹവ് ഗിവൻ ദ പവർ ഓഫ് ഹീലിംഗ് ഇൻ യുവർ ഹാൻഡ്സ്. അങ്ങനെ പറഞ്ഞ് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ എൻ്റെ സ്പ്ലീനിൽ കൈ തൊട്ട് പ്രാർത്ഥിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ഗോഡ് യു ഹാവ് ടു ഹീൽ മീ, ഹീൽ മീ, ഹീൽ മീ. ഞാൻ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് തന്നെ എനിക്കിങ്ങനെ പനിയുണ്ട്. 251 ഡേയ്സ് കോൺസ്റ്റന്റ്ലി എനിക്ക് ഫീവർ ഉണ്ടായിരുന്നു, ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയ്ക്ക്, അത് ഒക്ടോബർ മാസം എത്തി, ഞാൻ ഫെബ്രുവരിയിൽ എൻ്റെ അസുഖം തുടങ്ങിയതാണ്. ഒക്ടോബർ മാസം പകുതി ആയപ്പോഴും എൻ്റെ സ്പ്ലീൻ വേദന കൊണ്ട് ഞാൻ ചർച്ചിൽ ഒത്തിരി ഞെളിവരെയൊക്കെ കൊണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ പാസ്റ്റേഴ്സ് വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്, ദ പവർ ഓഫ് ഹീലിംഗ് ഇസ് ഇൻ യുവർ ഹാൻഡ്സ്, പ്രേ ഫോർ യുവർ സെൽഫ്. അങ്ങനെ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി പിന്നെ സ്ലോലി ഞാൻ തന്നെ എൻ്റെ ബോഡിയുടെ ഓരോരോ പാർട്സിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഗോഡ് യു ഹാവ് ടു ഹീൽ മീ, യു വിൽ ഹീൽ മീ. അങ്ങനെ ഞാൻ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന അങ്ങനെ ഓരോരോ മെസ്സേജസും അതൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഹോളി സ്പിരിറ്റിന്റെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ കൃപയാൽ ദൈവം ഓരോരോ കാര്യങ്ങളും കാണിച്ച്, ഗോഡ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ടു മീ കോൺസ്റ്റന്റ്ലി ആൻഡ് ഐ ന്യൂ, എനിക്കറിയായിരുന്നു ദൈവം എന്നെ സൗഖ്യമാക്കും. അപ്പം ഞാൻ ഓർത്ത് ദൈവം, പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്കുണ്ട്, ഞാൻ തുടങ്ങിയ സിംറ്റംസ് ഫീവർ ആൻഡ് ബോഡി പെയിൻ ആയിരുന്നു. ആ സിംറ്റംസ് ഇപ്പോഴും എനിക്കുണ്ട്. എൻ്റെ കണ്ടീഷൻ വേഴ്സ് ആയി, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ തുടങ്ങിയത് ഫീവർ ആൻഡ് ബോഡി പെയിൻ, അത് ഇപ്പോൾ നോക്കുമ്പം എൻ്റെ ഓർഗൻസ് എല്ലാം സൗഖ്യമാണെങ്കിൽ എനിക്ക് ഇപ്പോഴും നല്ല പനിയുണ്ട്. എല്ലാ 6 hourലും എനിക്ക് എൻ്റെ ടെമ്പറേച്ചറൊക്കെ 102, 103 ഒക്കെ കോൺസ്റ്റന്റ്ലി അത്രയും, മരുന്ന് കഴിച്ചിട്ടും ഒരു 100-ലോട്ട് വരത്തുള്ളൂ. അത് അങ്ങനത്തെ അവസ്ഥയായപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചു, ദൈവം ഐ നീഡ് എ കംപ്ലീറ്റ് ഹീലിംഗ്. എനിക്ക് ഓരോരോ ഓർഗൻസ് ഹീൽ ചെയ്ത് ഞാൻ ഒത്തിരി എനിക്ക് നന്ദിയുള്ളതാണ്. പക്ഷെ ഐ നീഡ് എ കംപ്ലീറ്റ് ഹീലിംഗ്. എനിക്ക് പണ്ടത്തെ പോലെ എനിക്ക് നടക്കണം, ജോലിക്ക് പോകണം, എനിക്ക് എൻ്റെ പിള്ളേരെ നോക്കണം, വീട്ടിലെ ജോലി ചെയ്യണം. അങ്ങനത്തെ ഞാൻ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ സ്ലോലി ഈ ഉപവാസ പ്രാർത്ഥന തീരാറായി. ഒരു 19th ഡേ ആയപ്പം എൻ്റെ സ്പ്ലീൻ, ഞാൻ രാവിലെ എണീറ്റ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്പ്ലീനിന് വേദനയില്ല. അപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ 17th ഡേ ആയപ്പോൾ എനിക്ക് സ്പ്ലീനിന് വേദനയില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാനിത് ആരോടും പറയത്തില്ല, ഞാനൊരു 3 days ഇത് ടെസ്റ്റ് ചെയ്യും, എനിക്ക് സത്യമായിട്ടും ദൈവം ഹീൽ ചെയ്താണോ എന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ 3 ദിവസം എനിക്ക് വേദനയില്ല. ആ വേദന എന്നെ വിട്ടു മാറി. അപ്പം എനിക്ക് മനസ്സിലായി ദൈവം എൻ്റെ സ്പ്ലീനും കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ബോഡി പെയിൻ ഉണ്ട്. എനിക്ക് ഈ ബോഡി പെയിൻ കോൺസ്റ്റന്റ്ലി, എനിക്ക് മരുന്ന് കഴിക്കാതെ ഒരു രക്ഷയില്ല. എൻ്റെ പനി മരുന്ന് കഴിക്കാതെ മാറത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി. എൻ്റെ കാലിൽ ഒരു പെരിഫറൽ ന്യൂറോപ്പത്തി എന്ന് പറഞ്ഞൊരു അസുഖം വന്ന് തുടങ്ങി. അത് ഡയബറ്റീസിൻ്റെ നമ്മൾ എൻഡ് സ്റ്റേജിൽ വരുന്ന ഒരു അസുഖമാണ്. അങ്ങനെ എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, എൻ്റെ കാലിൽ നീറ്റലായി, അങ്ങനെയൊക്കെ ഒരു കുഞ്ഞു സൈലന്റ് സിംറ്റംസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ അതിനൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, യു ഹാവ് ടു ഹീൽ മീ, ഐ ഡോണ്ട് ഹാവ് ഇറ്റ്. ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, വി ഹാവ് ലെഫ്റ്റ് ഹോപ്പ്, നീ റെസ്റ്റ് എടുക്കുക, നീ ജോലിക്ക് പോകുന്ന കാര്യം ചിന്തിക്കരുത്, നീ റെസ്റ്റ് എടുക്കുക, നീ മെന്റലി ഓക്കെ ആവണം. അങ്ങനത്തെ ഒരു അഡ്വൈസ് ഒക്കെ ഡോക്ടേഴ്സ് തരാൻ തുടങ്ങി. ഈ സമയത്ത് എന്നെ നോക്കാൻ ഒത്തിരി ഡോക്ടേഴ്സ്മാരും ഒത്തിരി നഴ്സസ്മാരൊക്കെ എന്നെ വീട്ടിൽ വരും. പക്ഷെ അപ്പോൾ എനിക്ക് മനസ്സിലായി, അവരെന്നെ കാണുമ്പം അവരെന്നോട് പിന്നീട് പറയുന്നത്, ജസ്റ്റിനെ ഞങ്ങൾ ഓർത്ത് നീ മരിച്ചു പോകുന്നു. കാരണം ഞങ്ങൾക്ക് അതിനകത്ത് 2 മലയാളി നഴ്സസ്മാരുണ്ട്, പിന്നെ കുറെ ബ്രിട്ടീഷ് നഴ്സസ്മാരുണ്ട്. അവരോടൊക്കെ സുവിശേഷം പറയാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. കാരണം ഞാൻ എൻ്റെ അസുഖം, എൻ്റെ പ്രോഗ്രസ് കണ്ടതാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാം ഇതൊക്കെ ഇമ്പോസിബിൾ. മെഡിക്കൽ ഫീൽഡിൽ നമ്മളെല്ലാവരും മെഡിക്കൽ ഫീൽഡിലാണ്, ഇതൊക്കെ ഇമ്പോസിബിൾ, ദർ ഇസ് നത്തിങ് ഇമ്പോസിബിൾ വിത്ത് മൈ ലോഡ്. അങ്ങനെ ഞാൻ അവരോടെല്ലാം സുവിശേഷം പറയാൻ തുടങ്ങി. ഞങ്ങളുടെ കൺസൾട്ടൻസ്, എൻ്റെ റെഡ്ജിമാർ, എല്ലാവരോടും സ്ലോലി ഞാൻ എൻ്റെ
എന്റെ സ്റ്റോറി ഞാൻ ചോദിച്ചു എങ്ങനെ ഇത് ഞാൻ എന്റെ ഇതൊക്കെ എങ്ങനെ പോയി, നിങ്ങൾ പറഞ്ഞാണല്ലോ ഇത് ഒരിക്കലും പോകത്തില്ലെന്ന്. അതെങ്ങനെ പോയി? അപ്പൊ അവർക്ക് ഒരു ആൻസർ ഇല്ല. അവർ പറഞ്ഞു, ഓ യാ റൈറ്റ്, ഞങ്ങൾക്ക് അറിയത്തില്ല ഇതെങ്ങനെ സംഭവിച്ചു. അപ്പൊ ഞാൻ അവരോട്, പക്ഷെ എനിക്കറിയാം ഇതെങ്ങനെ സംഭവിച്ചു. ഇതെന്നെ എന്റെ ജീസസിനെ ഹീൽ ചെയ്ത ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ 10,000 പീപ്പിൾ ദർ അറൌണ്ട് ടു പ്രേ ഫോർ മീ. അപ്പൊ എനിക്കറിയാം ഇതെങ്ങനെ എനിക്ക് സൗഖ്യമായി. അങ്ങനെ അവരോട് പറയാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉപവാസപ്രാർത്ഥന ഞങ്ങളുടെ എൻ്റെ ആവുക, പക്ഷെ എനിക്ക് ദേഹത്തുവേദന പനിയുണ്ട്. ഞാനപ്പോൾ ലാസ്റ്റ് ഡേ എനിക്ക് ഓർമ്മയുണ്ട്, November 3 ഞങ്ങൾ സൺഡേ ആണല്ലോ, കത്രിമേഷം ഉണ്ടെന്ന് ഞാൻ കോയറിൽ പാട്ട് പാടുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഞാൻ സ്റ്റേജിൽ കയറി പാട്ട് പാടി കത്രിമേഷം അവിടെ എടുത്ത് ഞാൻ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കൊരു കംപ്ലീറ്റ് ഹീൽഡ് ആയ ഒരു ബോഡി ആയിട്ടായിരിക്കണം ഞാൻ വരുന്നത്. അങ്ങനെ എനിക്ക് അപ്പം ഈ ഉപവാസപ്രാർത്ഥന തീരുന്ന സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിൽ വിഷമമുണ്ട്. കാരണം ഞാൻ ദൈവത്തോട് ചോദിച്ച ടൈം ഫ്രെയിം ഈ ഉപവാസ പ്രാർത്ഥന ആയിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥന തീരുവാണല്ലോ, എന്റെ സിംറ്റംസ് ഹീലായിട്ടില്ല, അങ്ങനത്തെ ഒരു ചിന്തയിലോട്ട് ഞാൻ പോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഈ പാട്ട് പാടാൻ കോറിൽ ഞാൻ കയറി. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ ഹാൻസിനോട് ദൈവം ഇങ്ങനെ സംസാരിച്ചു. എന്നെ സ്റ്റേജിന് താഴെ വരുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദൈവം പാസ്റ്ററിനോട് സംസാരിച്ചു. പാസ്റ്ററിന്റെ ഇടയ്ക്ക്, പ്രാർത്ഥനയുടെ ഇടയ്ക്ക് തന്നെ ഈ പാട്ട് പാടുന്ന ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, നമ്മളെ താഴെ വരാൻ പറഞ്ഞു. ഞാൻ താഴെ വന്നു പാസ്റ്ററിന് തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് പെട്ടെന്ന് ഒരു ഹോളി സ്പിരിറ്റിന്റെ ഒരു അനോയിൻമെന്റ് വന്ന് ഞാൻ അവിടെ ടങ്സിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഞാൻ തിരിച്ച് സ്റ്റേജിലോട്ട് പോയി. ഞാൻ കത്രിമേശ എടുത്ത് തിരിച്ചു വന്നു. യൂഷ്വലി ഞാൻ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 3:30 വന്ന് ഞാൻ ഉടനെ പാരസിറ്റമോൾ എടുത്ത് ഞാൻ റെസ്റ്റ് ചെയ്യും. കാരണം എനിക്കറിയാം പിന്നെ അത് വേദന എന്തിനാ സഹിക്കുന്ന, അതുകൊണ്ട് പനി വരും. അങ്ങനെ അപ്പൊ ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വേദനയില്ല, എനിക്ക് പനിയില്ല. അപ്പൊ ഞാൻ ആ പാരസിറ്റമോൾ എടുക്കാൻ മറന്നുപോയി. ഞാൻ അങ്ങനെ തന്നെ പിള്ളേരുണ്ട്, അവരുടെ കൂടെ ബിസിയായി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ ഞാൻ ഇന്ന് പാരസിറ്റമോൾ ഒന്നും എടുത്തില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ദേഹത്ത് വേദന ഒന്നുമില്ല, എനിക്ക് പനിക്കുന്നില്ല. അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കൊരു സംശയം വന്നു, ദൈവം എന്നെ ഹീലാക്കിയോ. കാരണം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എനിക്ക് രാവിലെ ഞാൻ പനിച്ചിട്ടാ ചർച്ചിൽ പോയേ, തിരിച്ചു വന്നപ്പോൾ എനിക്ക് പനിയില്ല, ദേഹത്ത് വേദനയില്ല. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ പോയി. പിന്നെ ഞാൻ ഓർത്തു, ദൈവം എനിക്ക് ഇത്രയും എന്നെ വിടുവിച്ചതല്ലേ, ഞാൻ ഒരിക്കലും സംശയിക്കാൻ പാടില്ല. ഞാൻ ദൈവത്തോട് ഒത്തിരി കരഞ്ഞു. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു, ഐ താങ്ക് യു ഫോർ ഹീലിംഗ് മീ, ഐ ബിലീവ് ദാറ്റ് യു ഹാവ് ഹീൽഡ് മീ കംപ്ലീറ്റ്ലി. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഞാൻ ഓർത്തു, ദൈവം ഞാൻ നോക്കട്ടെ, എനിക്ക് പനി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സിംറ്റംസും ഇല്ല. ഞാൻ കംപ്ലീറ്റ്ലി അന്ന് തൊട്ട് ഇന്ന് വരെ November 3 ദൈവം എന്നെ ഹീൽ ചെയ്ത ഇന്ന് വരെ എനിക്ക് ദൈവകൃപയാൽ പനിയുടെയോ അങ്ങനത്തെ ആ ബ്രൂസലോസിന്റെ TBയുടെ ഒരു സിംറ്റംസും, ഡോക്ടേഴ്സ് എന്നോട് മരുന്ന് എടുക്കുമ്പം എന്നോട് പറഞ്ഞു കുറേ സിംറ്റംസ് കാണും, ബ്ലഡ്സ് പൂവറായിരിക്കും. അങ്ങനെ എല്ലാ പ്രാവശ്യം എന്നോട് വിളിച്ച് ചോദിക്കും നിനക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ. പക്ഷെ ദൈവകൃപയാൽ എനിക്ക് ഒരു സിംറ്റംസ് പോലും ഇല്ലാതെ ദൈവം എന്നെ അത്ഭുത രീതിയായിട്ട് ദൈവം എനിക്ക് സൗഖ്യം തന്നു. അത് ഞാൻ ഇന്നും ഓർക്കുമ്പോൾ എനിക്ക് ദൈവത്തെ നന്ദിയല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഓർക്കുന്നത്, ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അസുഖം എൻ്റെ ലൈഫിൽ തന്നത് പലർക്കും അത് ഒരു ടെസ്റ്റ് മണി ആയിട്ട്. കാരണം എനിക്കറിയാം ഒത്തിരി പേര് ഇങ്ങനെ ക്യാൻസർ, വളരെ വേറെ ക്രോണിക് ഡിസീസസിലോട്ട് പോകുന്ന ആൾക്കാരാ, അവരുടെ ഫാമിലീസും അവരെ ഒത്തിരി അത് ബാധിക്കും. നമ്മൾ മെന്റലി ഒത്തിരി ബ്രേക്ക് ഡൗൺ ഒക്കെ ആവും. പക്ഷെ ആ സമയത്ത് എനിക്കൊരു കാര്യം മാത്രം പറയുള്ളൂ, എൻ്റെ വിശ്വാസം അത് തന്നെയായിരുന്നു എൻ്റെ സാക്ഷ്യം. കാരണം എനിക്ക് എപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം എന്നെ ഒരിക്കലും കൈവിടത്തില്ല. കാരണം ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്തുനിന്ന് നമ്മളെ ആർക്കും പുറത്ത് ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇതാണ് എൻ്റെ സാക്ഷ്യം. ദൈവം അങ്ങനെ എന്നെ ഒത്തിരി ബലത്തോടെ ഇതുവരെ നടത്തുന്നു. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ദൈവകൃപയാൽ ജോലിക്ക് കയറി. എനിക്കിവിടെ NHSൽ അവർ തൽക്കാലം എനിക്കൊരു ഡെസ്ക് ജോബാണ് തന്നേക്കുന്നത്. കാരണം അവർ എന്നോട് ഇങ്ങനെ ഇതിന്റെ മെയിൻ തന്നേക്കുന്ന റീസൺ, ഈ ബ്രൂസലോസിസ് എന്ന് പറഞ്ഞ അസുഖത്തിന് ഒത്തിരി റിലാപ്സ് ഉണ്ട്. അപ്പം ഇത് UK ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഒരു ഫേസ്ബുക്കിൽ ബ്രൂസലോസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഞാൻ അതിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടെ US, കാനഡ, ഓസ്ട്രേലിയ, ഇന്ത്യ, അങ്ങനെ ഈ രാജ്യങ്ങളൊക്കെ ഇത് വളരെ കോമൺ ആയ ഒരു ഡിസീസാണ്. ഒത്തിരി പേർക്ക് ഇതുണ്ട്. അപ്പൊ ഞാൻ അവരുടെ ഒക്കെ മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയാറുണ്ട്. ഞാൻ എൻ്റെ ടെസ്റ്റ് മണി അവിടെ ഇട്ടു. കാരണം അവർക്ക് ഈ അസുഖം 9 years 15 years ഒക്കെ ആയിട്ട് അവർ ഈ അസുഖമായിട്ട് ജീവിക്കുക. ഈ അസുഖം നമ്മുടെ ബോഡിയിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് വിട്ടു പോകാത്ത ഒരു അസുഖമാണ്. അങ്ങനെ നമ്മുടെ ക്രോണിക് സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക്, ബ്രെയിനിലൊക്കെ ആയ ആൾക്കാർക്ക് ഫിറ്റ്സ് വരുന്നുണ്ട്. അവരിങ്ങനെ അതിനകത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങുന്നു, ഞാൻ മടുത്ത് ഈ രോഗം കൊണ്ട്, എനിക്ക് ഈ വേദന കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അതൊക്കെ വായിക്കുമ്പോൾ
എനിക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ ഈ വേദന കൂടെ പോയതാ. അപ്പം എനിക്കറിയാം അവർക്കൊരു ഹോപ്പ് ഇല്ല. കാരണം അവർ ഓർക്കുന്നത് ഞങ്ങൾ ഈ വേദന കൊണ്ട് ഈ അസുഖം കൊണ്ട് എത്ര നാളെ ജീവിക്കും, ആ ഹോപ്പ് അവർക്കില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞത് ബിക്കോസ് എനിക്ക് ആ ഹോപ്പ് ഉണ്ടായിരുന്നു ദൈവം എന്നെ സൗഖ്യമാക്കും, ദൈവം ഡെഫിനറ്റ്ലി സൗഖ്യം. അപ്പൊ ഞാൻ എൻ്റെ സാക്ഷ്യം അവരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഓ ഇത് ബുൾഷിട്ടാണെന്ന് എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു, നീ ഇത് പറയുന്നത് കാരണം ഞാൻ അവരെ വെച്ച് നോക്കുമ്പം എനിക്ക് ആ മെസ്സേജ് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നിയില്ല. ബിക്കോസ് ഞാൻ ഓർക്കുമായിരുന്നു ഞാനിപ്പോൾ ഒരു ദൈവ പൈതലായതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെ കടന്നു പോയപ്പം നമുക്ക് ഒത്തിരി വേദന വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, നമുക്ക് കരച്ചിൽ വരും. അപ്പം ഞാൻ അങ്ങനെ ഓർത്തു അവർ ആ സാഹചര്യത്തിൽ കൂടെ പോകുന്നത്. അപ്പൊ ആ സമയത്ത് അവർക്ക് ദൈവത്തെ അവരറിയാത്തതുകൊണ്ട് അവർക്ക് ഇതൊന്നും ഒരു വലിയ വാല്യൂ ഇല്ലാത്ത ഒരു കാര്യമാണ്. കാരണം അവർക്കറിയാം, അവർ ഓർക്കുമ്പോൾ അവർ എണീക്കുമ്പോൾ രാവിലെ വേദന. അപ്പൊ അവർ ഒത്തിരി പേര് അതിനകത്ത് ഞങ്ങൾക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുക, ഞങ്ങൾക്ക് ഡിപ്രഷനിൽ പോവാ, ഞങ്ങൾ എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങും, അങ്ങനത്തെ ഒക്കെ കുറെ മെസ്സേജസ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ എടുത്ത് വായിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. കാരണം എനിക്കറിയാം എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. എനിക്ക് സമയം തന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. കേട്ടോ